റീസെൻ്റ് ആയിട്ട് എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഈ അടുത്താണ് ബോക്സിങ്ങിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഫ്രണ്ട് തന്നെയാണ് എനിക്ക് കോച്ചിങ് തരുന്നത്. അപ്പോൾ ഓനൊരു ജിമ്മിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ആ ജിമ്മിൽ തന്നെ നമുക്ക് സെഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒഴിവുള്ള ദിവസം സൺഡേ ആയതുകൊണ്ട് സൺഡേ ആണ് ഞങ്ങൾ സെഷൻ്റെ ദിവസമായിട്ട് എടുത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഫസ്റ്റ് സെഷന് വേണ്ടിയിട്ട് അവിടെ പോയി. ഞാൻ പോയ ദിവസമാണെന്നുണ്ടെങ്കിൽ ഓനപ്പോൾ എത്തിയിട്ടില്ലായിരുന്നു. നല്ല മഴ പെയ്യുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഓനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം. സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാർ ഭയങ്കര കുറവാണ്. സൺഡേ ആരും അങ്ങനെ ട്രെയിൻ ചെയ്യില്ലല്ലോ, കുറച്ച് ആൾക്കാരുള്ളായിരുന്നു. അപ്പോൾ മഴ പെയ്യുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്പൺ ജിമ്മാണ്. അതായത് നമ്മളിപ്പോൾ മോഡേൺ ജിമ്മുകളെ പോലെ ഫുൾ എയർ കണ്ടീഷൻഡ് അല്ല, വിൻഡോസും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ ഓപ്പൺ ജിമ്മാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓനെ വെയിറ്റ് ചെയ്താണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ടൈം പോകാൻ വേണ്ടിയിട്ട് ഓനെ വെയിറ്റ് ചെയ്താണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അതേമാതിരി ഇടയ്ക്ക് ഇങ്ങനെ വിൻഡോസിൽ ഇങ്ങനെ പോയിട്ട് മഴയൊക്കെ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണ് അവിടെ ഒരു പെൺകുട്ടി ട്രെയിൻ ചെയ്യണ ഞാൻ കണ്ടത്. അപ്പോൾ ടീഷർട്ടും ജീൻസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വോൾഫ് കട്ട് അല്ലെങ്കിൽ ബോയ് കട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഷോൾഡർ ജസ്റ്റ് തട്ടിയില്ല പറഞ്ഞാണ്ട് മുടി നിൽക്കുമല്ലോ, ആ രീതിയിലുള്ള ഹെയർ കട്ടൊക്കെ ആയിട്ട് കുറച്ച് തടിയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അത്യാവശ്യം ക്യൂട്ടായി തോന്നി ഒന്ന് കണ്ടപ്പോൾ. ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഒറ്റയടിക്ക് വന്ന തോട്ടാട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് പെൺകുട്ടിയല്ല ആൺകുട്ടിയേനു എന്നുള്ളത്. ജസ്റ്റ് അതൊന്നും ചിന്തിച്ച് നോക്കി. അതായത് ഏകദേശം ഒരു 17-18 ഏജ് റേഞ്ചിലൊക്കെ കയറാം ആ കുട്ടീനെ കണ്ടപ്പോൾ. അപ്പോൾ ആ പ്രായമുള്ള ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഒരു ചെങ്ങായിനെ ഒരു പെൺകുട്ടി ആയിക്കാണ്ട് മിസ്റ്റേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബോഡിയിൽ എത്രത്തോളം സിമിലാരിറ്റി അല്ലെങ്കിൽ ചേഞ്ചസ് വരണം, അല്ലെങ്കിൽ ഒരു ക്ലോസ്നെസ് ഫീൽ ചെയ്യണം പെൺകുട്ടികളായിട്ടും. ബോഡി സ്ട്രക്ചർ, ഫേഷ്യൽ ഹെയർ, സൗണ്ട്, നടക്കുന്ന രീതി, എങ്ങോട്ടാണ് നമ്മൾ സൊസൈറ്റി അല്ലെങ്കിൽ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതിനേക്കാൾ ക്രേസി ആയിട്ടൊരു സംഭവം ഞങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ വലിയ വലിയ ബ്രാൻഡുകളുടെ, അതായത് ഗുച്ചി, സാറൊക്കെ പോലെയുള്ള ബ്രാൻഡുകളുടെ മെയിൽ മോഡൽസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് റീസെൻ്റ് ആയിട്ടുള്ള മെയിൽ മോഡൽസും അതേപോലെ 90s ഉള്ള മെയിൽ മോഡൽസും നമ്മളെ വ്യത്യാസം നോക്കിയാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോഴത്തെ മെയിൽ മോഡൽസിനെ നോക്കിയേക്ക്, ഓല് നടക്കുന്ന രീതി, ഓല് ഇടുന്ന ഡ്രസ്സ്, ഓല ഒരു മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ കണ്ടാൽ തന്നെ പക്ക ഒരു ഫെമിനിൻ ഒരു പെണ്ണുങ്ങളെ പോലെയല്ലേ പോണത്. അതേസമയം 90s മെയിൽ മോഡൽസിനൊക്കെ നോക്കി നോക്കി, ഓലെ നടക്കുന്ന രീതി, ഓലെ ഡ്രസ്സിങ്ങിൻ്റെ രീതി കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു മാസ്കുലിൻ എനർജി ഫീൽ ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബയോളജിയിലൊക്കെ, ഈ മാസ്കുലിൻ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ എന്നൊക്കെ. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിനെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ജിമ്മിൻ്റെ കഥ ഉണ്ടല്ലോ, ആ ഒരു ബോയിനെ ഞാൻ മിസ്റ്റേക്ക് ചെയ്തത്, അതിൻ്റെ മനസ്സിൽ ഫസ്റ്റ് തന്നെ വന്നൊരു സംഭവമാണ്. അതെന്തായാലും സംസാരിക്കണം നിങ്ങൾക്ക് നിർബന്ധം. ഈ ടെസ്റ്റോസ്റ്ററോണാണ് നമ്മുടെ ആണുങ്ങളുടെ കേസിൽ കുറച്ചുകൂടി മസിൽ മാസ് അല്ലെങ്കിൽ മസിൽ ഡെവലപ്മെൻറ്റ് വരുന്നത്, അതേപോലെ ബോഡി സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ, ഫേഷ്യൽ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ, ബിയേഡ്, അതുപോലെ നമ്മുടെ അണ്ടർ ആംസിലാണെങ്കിലും ഫേഷ്യലിലാണെന്നുണ്ടെങ്കിലും ചെസ്റ്റിലാണെങ്കിലും ഹെയർസ് വരുന്നത്, ഈ കാര്യങ്ങളിലൊക്കെ ഒരു മെയിൻ റോള് അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോയിനെ ഒരു മാൻ ആക്കുന്ന ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഏറ്റവും പ്രധാന റോൾ വഹിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു ഹോർമോൺ ഏറ്റവും വലിയൊരു ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. റിഗാർഡ്ലെസ് ഓഫ് ഏജിങ്, അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് കുറയണത് അല്ലാതെ തന്നെ 0.5 to 1% ടെസ്റ്റോസ്റ്ററോൺ ഈച്ച് ഇയർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതായത് 35 വയസ്സുള്ള ഒരാൾക്ക് 2025 അത്ര ടെസ്റ്റോസ്റ്ററോൺ 35 വയസ്സുള്ള 2026 ആൾക്ക് ഇല്ല എന്നർത്ഥം. 0.5 to 1% കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഫേഷ്യൽ ഹെയർ ഉണ്ടാവണ, സൗണ്ട് മാറണ, മസിൽ മാസ് കൂടണ, ഈ സംഭവങ്ങളിലൊക്കെ കൂടുതൽ റോൾ വഹിക്കുന്ന ആളാണ് ടെസ്റ്റോസ്റ്ററോൺ. അപ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് എഫക്റ്റ് ആവുള്ളൂ എന്ന് ചിലപ്പോൾ ഒരു വിചാരം ഉണ്ടാവും, ഫിസിയോളജിയിൽ മാത്രം. എന്നാൽ ഫിസിയോളജി എന്ന് പറയുന്നത് വെറും ആ ഒരു ഇക്വേഷൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മെയിൽ മെൻ്റൽ ഹെൽത്തിലാണെന്നുണ്ടെങ്കിലും മെയിൽ സൈക്കോളജിനാണെന്നുണ്ടെങ്കിലും ടെസ്റ്റോസ്റ്ററോൺ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മോട്ടിവേഷൻ കുറയുക, ഡ്രൈവ് ഇല്ലാതെ നിൽക്കുക, ലിബിഡോ അതായത് സെക്ഷൽ ഡ്രൈവ് അത് കുറയുക, അതേപോലെ തന്നെ ബ്രെയിൻ ഫോഗ്, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, റിസ്ക് ടേക്ക് ചെയ്യുന്നത് കുറയുക, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്താണ് ടെസ്റ്റോസ്റ്ററോൺ കുറയുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസീസ്, എന്തുകൊണ്ടാണ് ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നത് എന്നുള്ളതും, ടെസ്റ്റോസ്റ്ററോണിൻ്റെ ബെനിഫിറ്റും, അതുപോലെ തന്നെ എങ്ങനെ ടെസ്റ്റോസ്റ്ററോൺ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതും. സോ സ്റ്റേ ടിൽ ദി എൻഡ് ഓഫ് ദ വീഡിയോ. ഇനി ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ ആരാ ടെസ്റ്റോസ്റ്ററോണിനെ കുറിച്ച് സംസാരിക്കാനെന്നൊക്കെ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എൻ്റെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേർണി പറയുന്ന ഈ ഒരു സംഭവം ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് ഏകദേശം ഒരു 2022 അവസാനം അല്ലെങ്കിൽ 2023 സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ്. ഏകദേശം ഒരു 2-3 വർഷമായി. ഓക്കെ, അപ്പോൾ ഈ ഒരു ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയ സംഭവമാണ്, ഐ വാസ് നോട്ട് ലൈക്ക് എവരിബഡി എൽസ്. ഞാൻ എന്നെ സ്വന്തം പൊക്കി പറയല്ല, പക്ഷേ ഞാൻ ഒരുപാട് ആൾക്കാരോട് സംസാരിച്ച് കണ്ടും അതുപോലെ എൻ്റെ ഒരുപാട് ഫോളോവേഴ്സ്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒക്കെ എന്നോട് പറഞ്ഞ സംഭവമാണ് എന്ത്, ഞാൻ ബാക്കിയുള്ള പോലെ അല്ല എന്നുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ ഏതൊക്കെ ഫീൽഡാണോ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ 2-3 വർഷമായിട്ടുള്ളത്, അത് CA ആയിക്കോട്ടെ, ഫിറ്റ്നസ് ആയിക്കോട്ടെ, കോണ്ടന്റ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം ഞാൻ അത്യാവശ്യത്തോളം അല്ലെങ്കിൽ ഒരു 90% ടൈമിലും മോട്ടിവേറ്റഡ് ആയിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാനും വിചാരിച്ചത് എന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ തന്നെ ഇക്കാരം, അല്ലെങ്കിൽ ഒരുവിധം ഒരു വർക്കിനും കാര്യങ്ങളൊക്കെ സീരിയസ് ആയി കാണുന്നവരൊക്കെ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആൻഡ് മോട്ടിവേറ്റഡ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കിയത്. പക്ഷേ എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോടും അതേപോലെ തന്നെ ഫോളോവേഴ്സിനോടും അതുപോലെ എൻ്റെ നെറ്റ്വർക്കിലുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മോസ്റ്റ് പീപ്പിൾ സ്ട്രഗിൾ ടു ജസ്റ്റ് ഡു ദാറ്റ്. അപ്പോൾ ആ ഒരു ലെൻസിലൂടെ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ അത്യാവശ്യം ലീനായിട്ട് തന്നെ നിന്നിട്ടുള്ളത്. ഞാനൊരു 10-12% ബോഡി ഫാറ്റിലാണ്. ഞാൻ അതിൻ്റെ മുകളിൽ പോയിട്ടില്ല. എനിക്ക് ആ ഒരു തുടക്കം തൊട്ട് ഞാൻ ജിമ്മിൽ പോകുന്ന ടൈം തൊട്ട് എൻ്റെ ആബ്സ് വിസിബിളാണ്. അതുപോലെ ഞാൻ വർക്കൗട്ടിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആവുന്നുണ്ട്. എനിക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ കുറച്ചുകൂടി സുഖമാണ്. അത് മാത്രമല്ല ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഡ്രിവൻ ആൻഡ് മോട്ടിവേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ കേൾക്കുന്ന ഒരു സംഭവമാണ്, ഈ സംഭവങ്ങളൊക്കെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഹയർ ടെസ്റ്റോസ്ട്രോണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ക്യാരക്ടറിസ്റ്റിക്കാണ് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ആണുങ്ങളുടെ കേസിൽ. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എനിക്ക് എത്ര ടെസ്റ്റോസ്ട്രോൺ ഉണ്ടാവും, അതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് മനസ്സിൽ കുറേ കാലമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു 1 മാസം പോലും ആയിട്ടില്ല ഞാൻ എൻ്റെ ടെസ്റ്റോസ്ട്രോൺ ചെക്ക് ചെയ്തു. അത് വേറൊരു ആവശ്യത്തിന് വേണ്ടി ലാബിൽ പോയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലഡും കൂടി കൊടുത്തിട്ട് സാമ്പിൾ കൂടി കൊടുത്തിട്ട് ടെസ്റ്റോസ്ട്രോൺ ചെക്ക് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് സ്കൂട്ടറിൻ്റെ മര്യാദക്ക് ഓട്ടാൻ പറ്റുന്നില്ല, എൻ്റെ ബാലൻസ് പോകേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇറ്റ് വാസ് 932.6 നാനോഗ്രാം പെർ ഡെസിലിറ്റർ. ഞാൻ അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഫോട്ടോ ഈ വീഡിയോയിൽ കൊടുക്കാം. ഞാൻ വിചാരിച്ചിട്ട് എന്താ വെച്ചാൽ ഞാൻ കുറേ ബോഡി ബിൽഡേഴ്സിനോടും അതേപോലെ എൻ്റെ ഒപ്പമുള്ള അത്യാവശ്യം ഫിറ്റ്നസ്സിലൊക്കെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോഴൊക്കെ ഓലൊക്കെ ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്തപ്പോൾ ഒരു 600 ആ റേഞ്ചിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും വിചാരിച്ചിരുന്നു ഒരു ഹൈ എൻഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 600 ഉണ്ടായ അടിപൊളിയാക്കാരെന്നുള്ള ഒരു മൈൻഡിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇന്ത്യക്കാരത്ത് നോക്കുമ്പോൾ ഒരു ആവറേജ് ഇന്ത്യൻ്റെത് ഒരു 350-400 കാണുന്നുണ്ട്. കാരണം നമ്മളെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു 300-400 റേഞ്ചൊക്കെ പോയി അങ്ങനെ ആവരുത്. എന്തായാലും എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എൻ്റെ ബോഡീൻ്റെ ഇതും അതുപോലെ എൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടോടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചതിന് ഒരു 500-600 റേഞ്ചിൽ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ആവറേജ് ഇന്ത്യക്കാരൻ്റെ ഒരു 3 times ഏകദേശം, അതായത് 932 പേരൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. ആ ഒരു റിപ്പോർട്ടിലെ റെഫറൻസ് റേഞ്ച് വരെ 250 എങ്ങാണ്ടോ, 250-850 അങ്ങനെ എന്തോ ആണ് റെഫറൻസ് റേഞ്ച്. അതിൻ്റെ മുകൾക്ക് പോയിട്ടുണ്ട് 932 വരുമ്പോൾ. അപ്പോൾ ആ ഒരു റിസൾട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുക, ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അവസാനം വരെ കാണുക. ഇതിൽ ഞാൻ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫുൾ എഡ്യൂക്കേഷനായിട്ട് പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റോസ്റ്ററോൺ എന്താ എല്ലാ സംഭവങ്ങളും. എൻ്റെ ഏറ്റവും ലാസ്റ്റ് ഞാനത് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതും പറഞ്ഞുതരാം. പിന്നെ എനിക്കൊരു കോഷനായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതെന്താ വെച്ചാൽ ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലോ അല്ലെങ്കിൽ ന്യൂറോ സയൻറ്റിസ്റ്റോ അല്ല. ഞാൻ ഈ സംഭവങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് പഠിക്കണതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഈ വീഡിയോസ് ഉണ്ടാക്കുന്നത്. സോ ഒബ്വിയസ്ലി ഇതിൽ മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നൗ ലെറ്റ്സ് ഡൈവ് ഇൻ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം വാട്ട് കോക്കനട്ട് ഈസ് ടെസ്റ്റോസ്റ്ററോൺ, എന്ത് തേങ്ങയാണ് ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങൾക്ക് ഐപാഡിൽ വരച്ചാണ്ട് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്സ് ഹോർമോണാണ്. സിമ്പിൾ, അത്രേ ഉള്ളൂ. പക്ഷേ ആദ്യം നിങ്ങൾ അറിയണം സെക്സ് ഹോർമോൺ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എന്താണ് ഹോർമോൺ എന്നുള്ളത്. ഓക്കെ, ഹോർമോൺ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മളെ ശരീരത്തിൽ എൻഡോക്രീൻ ഗ്ലാൻഡ്സ് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് അല്ലെങ്കിൽ എൻഡോക്രീൻ സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലുള്ള സംഭവമാണ് എൻഡോക്രീൻ ഗ്ലാൻഡുകൾ, ഈ ഹോർമോണുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡുകൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ പറയുക ബ്രെയിനിൻ്റെ താഴത്തായിക്കാണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടാവും. അതുപോലെ നമ്മളൊരു കഴുത്തിൻ്റെ അവിടെ ആയിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാവും. പിന്നെ നമുക്ക് അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഗ്ലാൻഡുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ ഗ്ലാൻഡുകളുടെ മെയിൻ പരിപാടി പറഞ്ഞാൽ എന്താ, ഈ ഹോർമോൺസ് നമ്മളെ ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യാം. ഈ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു കെമിക്കൽ മെസ്സഞ്ചേഴ്സാണ്. ഓക്കെ, മെസ്സഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ സംഭവങ്ങൾ നമ്മളെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇറങ്ങിയിട്ട്, ഇപ്പോൾ ഇതൊരു എന്താ പറയുക ബ്ലഡ് സ്ട്രീമാണ് വിചാരിച്ചോ, ഇതിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ സംഭവത്തിലേക്ക് എന്ത് ചെയ്യും, കെമിക്കൽ ഹോർമോൺ വെച്ചോ, ഈ ഹോർമോൺ ഇതിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഓരോ ഓർഗൻസിലൊക്കെ പോയിട്ട് എന്തൊക്കെ ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. അതായത് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ശരീരത്തിൻ്റെ ഹാർട്ട് ബീറ്റ് കൂട്ടേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രോട്ടീൻ കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും, പ്രോട്ടീൻ യൂസ് ചെയ്താൽ മസിൽ ബിൽഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഫാറ്റ് യൂസ് ചെയ്താണ്ട് എനർജി എടുക്കേണ്ടി വരും. അങ്ങനെ പല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഒരു മെസ്സഞ്ചേഴ്സാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഹോർമോൺ പല രീതിയിലുണ്ട്, അതിലൊന്നാണ് ടെസ്റ്റോസ്റ്ററോൺ. ഓക്കെ, ഇനി എന്തുകൊണ്ട് ടെസ്റ്റോസ്റ്ററോണിനെ വെറും ഹോർമോൺ അല്ലാതെ സെക്സ് ഹോർമോൺ എന്ന് വിളിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം പറഞ്ഞുതരാം. ഓക്കെ, അതിലൊന്നെന്ന് പറയുന്നത് ആണുങ്ങളുടെ സെക്ഷൽ ഡെവലപ്മെൻറ്റിൽ, അതായത് നമ്മളെ മെയിൻ സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒന്ന് നമ്മളെ റിപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഗ്രോത്ത്, അതുപോലെ നമ്മളെ സൗണ്ട് മാറുന്നത്, അതേപോലെ നമുക്ക് ഫേഷ്യൽ ഹെയർ വരുന്നത്, പ്യൂബിക് റീജിയനിലെ ഹെയർ വരുന്നത്, ഇങ്ങനെ പല മാസ്കുലിൻ ഗ്രോത്ത് അല്ലെങ്കിൽ ആണുങ്ങളുടെ സെക്ഷൽ ഡെവലപ്മെൻറ്റിന് മെയിൻ
ആയിട്ടുള്ള റോള് വഹിക്കുന്ന ആളാണ് ടെസ്റ്റോസ്റ്ററോൺ ആ ഒരു ഗ്രോത്തിന്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന കാരണക്കാരനാണ്. അതുപോലെ തന്നെ ആണുങ്ങളുടെ റിപ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഈ സ്പേം പ്രൊഡക്ഷനിലും കാര്യങ്ങളിലൊക്കെ റിപ്രൊഡക്ഷനിലാണെന്നുണ്ടെങ്കിലും മെയിൻ റോൾ വഹിക്കുന്ന ആളാണ് ആര്? ടെസ്റ്റോസ്റ്ററോൺ. ഓക്കെ, ഇനി ഒരു കാരണം കൂടി ഉണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ വരച്ചുതരാം. അപ്പോൾ ഡിസ്ക്ലൈമറാണ്, ഈ വീഡിയോയിൽ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ റിപ്രസെൻറ്റേഷൻ ഒക്കെ ഉണ്ടാകും, കുറച്ച് സെക്ഷൽ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ സഹിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വലിയ സാധനമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരാളെ എന്താ പറയുക ടെസ്റ്റിക്കിൾസ് എന്ന് വിചാരിച്ചോ. ഞാനിവിടെ വലുതായി കണ്ട് കാണിക്കാം. ഒരു ടെസ്റ്റിക്കിൾസ് എന്ന് വിചാരിച്ചോ ഒരാണിൻ്റെ. ഓക്കെ, അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ ടെസ്റ്റിക്കിളിൻ്റെ ഉള്ളിൽ ലെയ്ഡിക് സെൽസ് എന്ന് പറഞ്ഞാൽ സെൽസ് ഉണ്ട്. ഓക്കെ, ലേഡിക് സെൽസ്. അപ്പോൾ ഈ സെൽസിലായിരിക്കും ടെസ്റ്റോസ്റ്ററോൺ എന്തുണ്ടാവുക, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക അതിൻ്റെ ഉള്ളിൽ, ടെസ്റ്റിക്കിൾസിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ എന്ത് പറയുന്നു? സെക്സ് ഹോർമോൺ എന്ന് പറയുന്നു ആണുങ്ങളുടെ. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഓക്കെ ആണുങ്ങളുടെ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആണുങ്ങളുടെ ഉള്ളിലുണ്ടാവുക ടെസ്റ്റോസ്റ്ററോണും, കുറച്ച് ആൾക്കാർ അറിയുണ്ടാവും ഫീമെയിൽസിൻ്റെ മെയിൻ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രോജൻ ആണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആണുങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ടെസ്റ്റോസ്റ്ററോണും ഫീമെയിൽസിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് എസ്ട്രോജൻ ആണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ബോത്ത് മെൻ ആൻഡ് വുമൺ ഹാവ് ബോത്ത് ടെസ്റ്റോസ്റ്ററോൺ ആൻഡ് ഈസ്ട്രോജൻ. പക്ഷേ ഇവിടെയുള്ള സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ ആണുങ്ങളെ കേസിലാണെന്നുണ്ടെങ്കിലും പെണ്ണുങ്ങളെ കേസിലാണെന്നുണ്ടെങ്കിലും രണ്ടാൾക്കും എന്ത് വേണം? ബോത്ത് ടെസ്റ്റോസ്റ്ററോണും ബോത്ത് ഈസ്ട്രോജനും വേണം ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ. പക്ഷെ ഒരു മാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മെയിൽസിനെ സംബന്ധിച്ച് ഓലെ പ്രൈമറി ഹോർമോൺ എന്ന് പറയുന്നത് ഓലെ ശരീരത്തിൽ ഉണ്ടാവുക ടെസ്റ്റോസ്റ്ററോൺ ആയിരിക്കും. അതായത് ഓലൊരു പ്യൂബേർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അതേ ഏജിലുള്ള അല്ലെങ്കിൽ പ്യൂബേർട്ടി കഴിഞ്ഞൊരു ഫീമെയിലിനെ എടുത്തു കഴിഞ്ഞാൽ ആ ഫീമെയിലിൻ്റെ 7 to 8 times ടെസ്റ്റോസ്റ്ററോൺ ഇവർക്ക് ഉണ്ടാവും, ആണുങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ സ്ത്രീകളുടെ അല്ലെങ്കിൽ ഫീമെയിൽസിൻ്റെ പ്രൈമറി സെക്സ് ഹോർമോൺ അല്ലെങ്കിൽ പ്രൈമറി ഹോർമോൺ ഏതായിരിക്കും? ഇതിട്ടോ എന്താ പറയുക സെക്ഷൽ ഡെവലപ്മെൻറ്റിലൊക്കെ ഉള്ള ഈസ്ട്രോജൻ ആയിരിക്കും. ഈവൻ ദോ നമ്മളിപ്പോൾ ഒരാണെ സംബന്ധിച്ച് ഓനൊരു എന്താ പറയുക പ്യൂബേർട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളൊക്കെ ആ ഒരു ഏജ് റേഞ്ച് അറിയാം നമുക്ക്, ആ 12, 13, 14, 15 ആ ഒരു കാലഘട്ടങ്ങളിലുള്ള ആ പ്യൂബേർട്ടി ആകുമ്പോഴാണ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂടുക. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ആൾക്കാരെ ഇത് മൊത്തത്തിൽ ആണുങ്ങളുടെ ആൺകുട്ടികളുടെ ഒരു രൂപം തന്നെ മാറുന്ന ടൈം എന്ന് പറയുന്നത് ആ പ്യൂബേർട്ടി അച്ചീവ് ചെയ്യുമ്പോഴേക്കും. അതിന് മുമ്പ് അപ്പോഴാണ് ടെസ്റ്റോസ്റ്ററോൺ കൂടുകയെന്നുണ്ടെങ്കിലും കുറേ കാലം മുമ്പ്, അതായത് നമ്മളെ അമ്മേൻ്റെ ഗർഭപാത്രത്തിലാവുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ അമ്മേൻ്റെ ഗർഭപാത്രത്തിലാവുമ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ എന്തിനാണ് വർക്ക് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ അത്രയും ചെറിയ കുട്ടികളാവുമ്പോൾ അതായത് നമ്മൾ ആ ഒരു ഗർഭപാത്രത്തിലാവുമ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക ജനിക്കുന്ന ടൈമിൽ ആ ഒരു വർക്ക് മേജറായിട്ട് എവിടെ വരുന്നത് വെച്ചാൽ നമ്മളെ റിപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഗ്രോത്തിലാണ്. ഓക്കെ, നമ്മൾ കുട്ടികളാണാണോ പെണ്ണാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് നോക്കിയാണ്ടല്ലേ. സോ ടെസ്റ്റോസ്റ്ററോൺ ആണ് ആണുങ്ങളുടെ മെയിൻ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ മെയിൻ റോളുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത മനസ്സിലാക്കാനുള്ളതാണ് എന്താണ് ടെസ്റ്റോസ്റ്ററോൺ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതൊരു ഹോർമോണാണ്, അത് റിലീസ് ചെയ്യുന്ന ടെസ്റ്റിക്കിൾസിൻ്റെ ഉള്ളിൽ നിന്നാണ് ലേഡിക് സെൽസ്. അതൊരു സെക്സ് ഹോർമോൺ എന്ന് പറയാൻ കാരണം സെക്ഷൽ ഡെവലപ്മെൻറ്റിലും അതേപോലെ ആണുങ്ങളുടെ റിപ്രൊഡക്ഷനിലും മെയിൻ റോൾ വഹിക്കുന്ന ഹോർമോണാണ്. നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൻ്റെ പ്രൊഡക്ഷനും ഇതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യം നമുക്ക് ഈ വരച്ച സംഭവങ്ങളൊക്കെ ഒന്ന് ബാക്ക് അടിക്കാം. ഓക്കെ, ഒന്ന് ക്ലീൻ ആക്കാം. ഇനിയും കുറേ സംഭവങ്ങൾ വരക്കാനുണ്ട്. പൊട്ടേ 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 ഓക്കെ, ടെസ്റ്റിക്കിൾസ് മാത്രം വരക്കാം. ഓക്കെ, ചെറുതായി പോയി. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് HPG ആക്സിസിനെ കുറിച്ച്. ഇത് ഭയങ്കര സയൻസി ആവാതെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ അത്യാവശ്യം സിമ്പിളാണ് തോന്നുന്നുണ്ട്, ഓവർ കോംപ്ലക്സ് ആയിട്ടില്ല. ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ ടെസ്റ്റോസ്റ്ററോൺ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതൊരു ആക്സിസിലൂടെയാണ്. ഈ HPG ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗൊനാഡൽ ആക്സിസ്. അതായത് ഹൈപ്പോതലാമസ് പറഞ്ഞാൽ നമ്മളെ ബ്രെയിൻ്റെ ഒരു ഭാഗമാണ്. ബ്രെയിൻ്റെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 10ാം ക്ലാസ്സിൽ അതിന് മുമ്പൊക്കെ ആയിട്ട്. അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് താഴത്ത് വരുന്ന ഒരു ഗ്ലാൻഡാണ്. പിന്നെ ടെസ്റ്റിക്കിൾസ് ആണ് ആ ഗൊനാഡൽ എന്ന് ഉദ്ദേശിക്കുന്നത്, ടെസ്റ്റിക്കിൾസിനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈക്കിള് അല്ലെങ്കിൽ ബ്രെയിനിന്ന് ടെസ്റ്റിക്കിൾസിലേക്കുള്ള ആ ഒരു സിഗ്നൽ പോകുന്ന ആക്സിസിനെയാണ് എന്ത് പറയുന്നത്? ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗൊനാഡൽ ആക്സിസ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് അല്ലെങ്കിൽ ഈ സൈക്കിളിലൂടെയാണ് ടെസ്റ്റോസ്റ്ററോൺ വർക്ക് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അതായത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ വേണം എന്നുള്ള ബോഡിക്ക് തോന്നുമ്പോൾ നമ്മളെ ഫംഗ്ഷന് ആസ് എ മാൻ നമ്മളെ ഫംഗ്ഷന് ടെസ്റ്റോസ്റ്ററോൺ ആവശ്യമുണ്ട് നമ്മളെ ബോഡിക്ക് തോന്നുമ്പോൾ നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും? ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇവിടെയാണെന്ന് വിചാരിച്ചോ. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഒരു ഏത് കളർ കൊടുക്കും? ചുവപ്പ് കൊടുക്കാം. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഒരു സിഗ്നൽ കൊടുക്കും ബ്രെയിനും. ഓക്കെ, നമുക്ക് കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് 2 ഹോർമോൺസിനെ റിലീസ് ചെയ്യും. നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞുതരാം. LH-ഉം FSH-ഉം. അതായത് ലൂട്ടിനൈസിങ് ഹോർമോണും അതേപോലെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. അപ്പോൾ ഈ സിഗ്നൽ കിട്ടുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് ചെയ്യും?
2 ഹോർമോൺസിനെ റിലീസ് ചെയ്യും. ഇത് അടുത്ത സിഗ്നലാട്ടോ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കൊടുക്കുന്ന സിഗ്നലിന് വേണ്ടിയിട്ടാണ്. ഇത്ര കളിച്ചാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞത് ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സാണ്, അല്ലെങ്കിൽ നമ്മളെ ബോഡി പാർട്സിന് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന, അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന മെസ്സഞ്ചേഴ്സാണ് അല്ലെങ്കിൽ കെമിക്കൽസാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മളെ ഹൈപ്പോതലാമസിൻ്റെ ഒക്കെ ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടുമ്പോൾ എന്ത് റിലീസ് ചെയ്യും? LH ഉം FSH ഉം റിലീസ് ചെയ്യും. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് ഇതിൻ്റെ പേര്. പഠിക്കേണ്ടെന്ന് ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ അലച്ചാൽ മതി, 2 ഹോർമോൺസ് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ഹോർമോൺസും ആരോട് പറയും? നമ്മളെ ടെസ്റ്റിക്കിൾസിനോട്. ഓക്കെ, ചോപ്പ് കൊണ്ട് വരക്കാം. ഈ 2 ഹോർമോൺസും ടെസ്റ്റിക്കിൾസിനോട് പറയും നമ്മുടെ ശരീരത്തിന് എന്ത് വേണം? കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യണം, നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ ആവശ്യമുണ്ടെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും? ടെസ്റ്റിക്കിൾസ് കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യും, അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ആവും. ഓക്കെ, ഇതാണ് ആ സൈക്കിൾ എന്ന് പറയുന്നത്. നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ വേണമെന്നുണ്ടെങ്കിൽ ഹൈപ്പോതലാമസ് സിഗ്നൽ കൊടുക്കും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് ചെയ്യും? LH ഉം FSH ഉം റിലീസ് ചെയ്യും. അപ്പോൾ ആ 2 ഹോർമോണും റിലീസ് ചെയ്യുമ്പോൾ ടെസ്റ്റിക്കിൾസിനാണ് അത് പോകുന്നത്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ പോകുന്നത് കൂടുതൽ എന്ത് ചെയ്യണം? ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ റെഗുലേഷനും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ടെസ്റ്റോസ്റ്ററോൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യും? സിഗ്നൽ കൊടുക്കണം നിർത്തും. സിഗ്നൽ കൊടുക്കണം നിർത്തി കഴിഞ്ഞാൽ നമ്മളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് ചെയ്യില്ല, പിന്നെ ഈ LH ഉം FSH ഉം റിലീസ് ചെയ്യില്ല, അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനെയാണ് ഇതിൻ്റെ റെഗുലേഷനും നടക്കുക. ഇത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമ്പിൾ കണക്ഷനാണ്, ഫ്രം ബ്രെയിൻ ടു ബോൾസ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ വൺസ് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ബാക്കി കഥ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുക്കും, HPG ആക്സിസ് നമ്മൾ ഹൈപ്പോതലാമസ് അങ്ങനെ സിഗ്നൽ കൊടുത്താണ്ട് ടെസ്റ്റോസ്റ്ററോൺ റിലീസ് ചെയ്യണമെന്ന് വിചാരിച്ചോ. അപ്പോൾ അത് ബ്ലഡ് സ്ട്രീമിലേക്ക് ആൾക്കാരും റിലീസ് ചെയ്യേണ്ടാവുക. ഓക്കെ, ഏതൊരു അധികം ഹോർമോൺസ് അങ്ങനെ തന്നെ ബ്ലഡ് സ്ട്രീമിലേക്കാണ് റിലീസ് ആവുക. അപ്പോൾ ഇതാണ് നമ്മളെ ബ്ലഡ് സ്ട്രീം എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ബ്ലഡൊക്കെ ഫ്ലോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്കായിരിക്കും ടെസ്റ്റോസ്റ്ററോൺ റിലീസ് ചെയ്യേണ്ടത്. ടെസ്റ്റോസ്റ്ററോൺ നമുക്കൊരു നീല കൊടുക്കാം. ഓക്കെ, ടെസ്റ്റോസ്റ്ററോൺ റിലീസായി എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി കഥ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില സെല്ലുകളുണ്ടാവും, ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ് ഉള്ള സെല്ലുകളുണ്ടാവും. ഓക്കെ, ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 സംഭവങ്ങളാണ് ഉള്ളത് ഈ സെക്സ് ഹോർമോണിൻ്റെ ഫാമിലീസിൽ, ആൻഡ്രോജനും ഈസ്ട്രോജനും. ഇതിൽ മേ ബി മിസ്റ്റേക്സ് ഉണ്ടാവട്ടോ, ഞാൻ മനസ്സിലാക്കിയ സംഭവങ്ങളാണ്. ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ സെക്സ് ഹോർമോണിൻ്റെ ഫാമിലി അല്ലെങ്കിൽ ഗ്രൂപ്പ് നമുക്ക് പറയാം. ഈസ്ട്രോജൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഫീമെയിൽസിൻ്റെ സെക്സ് ഹോർമോണിൻ്റെ ഫാമിലിയാണ്. അപ്പോൾ ആൻഡ്രോജൻ്റെ ഗ്രൂപ്പിൽ പെട്ട ആളാണ് ടെസ്റ്റോസ്റ്ററോൺ, അതേപോലെ ഈസ്ട്രോജൻ്റെ ഗ്രൂപ്പിൽ പെട്ട ആളാണ് എസ്ട്രാഡയോൾ എന്നൊക്കെ പറയാണ്ട് അങ്ങനെ ഹോർമോൺസ്. പക്ഷേ എല്ലാവരും ഓപ്പോസിറ്റായി പറയുമ്പോൾ ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രോജനാണ് പറയുന്നത്. ശരിക്കും ഈസ്ട്രോജനും ആൻഡ്രോജനും 2 ഫാമിലീസും, അതിൻ്റെ ഉള്ളിലുള്ള 2 ആൾക്കാരാണ് ടെസ്റ്റോസ്റ്ററോണും എസ്ട്രാഡയോളൊക്കെ. പക്ഷേ നമുക്ക് നോർമൽ പറയുന്ന പോലെ തന്നെ പറയാം, ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രോജനും ഓപ്പോസിറ്റായിട്ട് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ് അതൊരു എന്തോ ഒരു കാരിയർ പ്രോട്ടീൻ എന്നതിന് പറയാം. ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ് ഉള്ള സെല്ലുകൾ ഉണ്ടാവും. ഈ സെല്ലുകളിലേക്ക് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് വലുതാക്കി വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെല്ലുകളിലേക്ക് എൻ്ററാവും? ടെസ്റ്റോസ്റ്ററോൺ എൻ്ററാവും. ഓക്കെ, സെല്ലുകളുടെ ഉള്ളിലേക്ക് എൻ്ററാവും. എല്ലാ സെല്ലുകളുടെ ഉള്ളിലേക്കും പോകില്ല. ഈ ടെസ്റ്റോസ്റ്ററോണിനെ ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ, കാരിയർ പ്രോട്ടീൻ എന്ന് പറയുന്നത് ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ് ഉള്ള സെല്ലുകളിലേക്ക് മാത്രമേ ടെസ്റ്റോസ്റ്ററോൺ എന്ത് ചെയ്യുക, ഉള്ളിൽ കയറുള്ളൂ. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഫാറ്റ് സൊല്യൂബിൾ എന്തോ സംഭവമാണ്. അപ്പോൾ ഈ സെല്ലിൻ്റെ മെംബ്രെയിൻ്റെ ഉള്ളിൽ അതിന് കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ടെസ്റ്റോസ്റ്ററോൺ എന്താ ചെയ്യുക വെച്ചാൽ ഈ കാരിയർ പ്രോട്ടീനുമായി കണ്ട് ബൈൻഡ് ചെയ്യും. അതായത് ഈ ആൻഡ്രോജൻ റിസപ്റ്ററായിട്ടും ബൈൻഡ് ചെയ്യും. എന്നിട്ട് ഇതൊരു ആൻഡ്രോജൻ റിസപ്റ്റർ കോംപ്ലക്സ് എന്നുള്ള പേരിലാണ് പിന്നെ പറയുക. ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, എന്നാലും മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് ആൻഡ്രോജൻ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് എന്ത് ചെയ്ത് ടെസ്റ്റോസ്റ്ററോൺ ബൈൻഡായി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പണ്ടൊക്കെ, ഓരോ സെല്ലിൻ്റെ ഉള്ളിലും ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും ഉള്ളിൽ. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു സാധനമായിരിക്കും എന്ത്, ഇങ്ങനൊരു 8 മാതിരി ഒരു സാധനം, കറക്റ്റാവണേ ഇങ്ങനെ 8 മാതിരി സാധനം. ഇത് നമ്മൾ എന്ത് പറയും? DNA എന്ന് പറയും. റൈറ്റ്, DNA. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ ഈ ആൻഡ്രോജൻ റിസപ്റ്റർ കോംപ്ലക്സ് ആയി കഴിഞ്ഞാൽ, അതായത് അതേറ്റും ആൻഡ്രോജൻ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ആയി കഴിഞ്ഞാൽ ഇത് പിന്നെ എന്ത് ചെയ്യും? ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് വരും. എന്നിട്ട് ഈ DNA ചില ഭാഗങ്ങളുമായിട്ട് അറ്റാച്ച് ആവും. ഓക്കെ, ഈ DNA എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താണ്, ഒരുപാട് അതിൻ്റെ ഉള്ളിൽ തൗസൻഡ്സ് ഓഫ് ജീൻസ് ഉണ്ട്. ഓക്കെ, ഇതിനുള്ളിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എന്തുണ്ടാവും? തൗസൻഡ്സ് ഓഫ് ജീൻസ് ഉണ്ട്. ഈ ജീൻസാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മളെ സൈക്കോളജിക്കലായിക്കോട്ടെ ഫിസിയോളജിക്കലായിക്കോട്ടെ നമ്മളെ ലുക്ക്, നമ്മളെ ഇഷ്ടങ്ങൾ, അങ്ങനെ പല സാധനങ്ങളെയും എങ്ങനെയാണെന്നുള്ള തീരുമാനിക്കുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? ജീൻസ്. ഓനോ എൻ്റെ അപ്പാൻ്റെ പോലെയാണോ എൻ്റെ അമ്മാൻ്റെ പോലെയാണെന്നൊക്കെ പറയണത് ആ ഒരു പല ക്യാരക്ടറിസ്റ്റിക്സും തീരുമാനിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സംഭവമാണ് എന്ത്? ഈ ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, ആൻഡ്രോജൻ റിസപ്റ്റർ കോംപ്ലക്സുമായി കണ്ട് ബൈൻഡ് ചെയ്ത ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ
ഇങ്ങനെ DNA പല ഭാഗങ്ങളായിട്ട് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ചില ജീന് ഓണാക്കും, ചില ജീനുകൾ ഓഫാക്കും. അങ്ങനെ നമ്മളെ ക്യാരക്ടറിസ്റ്റിക്സിൽ പോലെ മാറ്റം വരുത്താണ്. ഇങ്ങനെയാണ് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരാളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു പ്യൂബേർട്ടി കഴിഞ്ഞ ചെങ്ങായിൻ്റെ ശരീരത്തിൽ എന്താണ് മാറ്റങ്ങൾ വരുന്നത്. അങ്ങനെയാണ് അവൻ്റെ സൗണ്ട് മാറുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം. ഈ ഒരു HPG ആക്സിസിലൂടെയാണ് ടെസ്റ്റോസ്റ്ററോൺ റിലീസിങ്ങും റെഗുലേഷനും നടക്കുക. നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, പിറ്റ്യൂട്ടറിക്ക് സിഗ്നൽ കൊടുക്കും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് ചെയ്യും, LHും FSHും റിലീസ് ചെയ്യും. ഈ LHും FSHും എന്ത് ചെയ്യും, നമ്മളെ ടെസ്റ്റിക്കിൾസിന് സിഗ്നൽ കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു, ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ എന്ത് ചെയ്യുന്നു, നമ്മളെ ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യുന്നു. നീല കളർ കൊടുക്കുക. നമ്മൾ ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആൻഡ്രജൻ റിസപ്റ്റേഴ്സ് ഉള്ള സെല്ലുകളുണ്ടല്ലോ, ആ സെല്ലുകളുടെ ഉള്ളിലേക്ക് പോകുന്നു. എന്നിട്ട് ആൻഡ്രജൻ റിസപ്റ്റേഴ്സുമായി ബൈൻഡായിട്ട് അതെന്താവുന്നു, ആൻഡ്രജൻ റിസപ്റ്റർ കോംപ്ലക്സ് ആയി മാറുന്നു. ഈ ആൻഡ്രജൻ റിസപ്റ്റർ കോംപ്ലക്സ് ടെസ്റ്റോസ്റ്ററോണുമായി ബൈൻഡായ ഈ സംഭവം ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് DNA പോയിട്ട് DNA ചില ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നു, സ്പെസിഫിക് നമ്മളെ എവിടേക്കാണോ മാറ്റങ്ങൾ വരുന്നത് അതിനനുസരിച്ച്, അത് കറക്റ്റ് നമുക്കറിയില്ല, ആ സ്പെസിഫിക് മാറ്റങ്ങൾ വരേണ്ട ആ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ബൈൻഡ് ആവുന്നു അല്ലെങ്കിൽ അറ്റാച്ച് ആവുന്നു. അങ്ങനെ അറ്റാച്ച് ആയിട്ട് ചില ജീനുകളുടെ ഓൺ ആക്കുന്നു, ഓഫ് ആക്കുന്നു. അതിലൂടെ നമുക്ക് ഓരോ മാറ്റങ്ങൾ വരുത്തുന്നു. ഇനി എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്നുള്ളത് അടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ അതിന് ഞാൻ ഈ സംഭവങ്ങളൊക്കെ വായിച്ചിട്ടെ. ആയിക്കോട്ടെ ശ്യാമേ, ടെസ്റ്റോസ്റ്ററോൺ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി. ഇനി ഞങ്ങൾക്ക് എന്താണ് ഇത് വരുത്തുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഈ ജീനിനെ ഓൺ ഓഫ് ആക്കിയാണ്ട് എന്ത് മാറ്റങ്ങളാണ് ഞങ്ങൾക്ക് വരുത്തുക എന്ന് പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. എനിക്കറിയില്ല നിങ്ങൾ ഇന്നെ പോലെ എന്നുള്ളത്, പക്ഷേ എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു എന്ത്, വൺസ് ഒരാൾ പ്യൂബേർട്ടി എത്തിക്കഴിഞ്ഞാൽ, ഒരു ആൺകുട്ടി പ്യൂബേർട്ടി എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം അവൻ്റെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ പല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ 7ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ, ഐ തിങ്ക് സോ, അതല്ലാന്നുണ്ടെങ്കിൽ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴേക്കാണ്, ഇതിലേതോ ഒന്നാണ്. എൻ്റെ ക്ലാസ്സിൽ ഗണശ്യാം എന്ന് പറഞ്ഞൊരു ചങ്ങായി ഉണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കാണുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവന് ഞങ്ങളെ ക്ലാസ്സിൽ നമുക്ക് 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ ആക്കാം, അതായിരിക്കും മിക്കവാറും. 5ാം ക്ലാസ് ലാസ്റ്റ് ആയപ്പോഴും ഇവന് പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളെ പോലെ തന്നെയാണ്, ഒരു മാർച്ച് ആ ടൈമൊക്കെ ആയപ്പോഴൊന്നും ഇവന് നമ്മളെ പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ 6ാം ക്ലാസ് തുടങ്ങിയപ്പോൾ 6th ആ ഒരു ഫസ്റ്റ് എല്ലാവരും വരുമല്ലോ, ആ ഒരു ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ, അതിൽ ഈ ചെങ്ങായി കംപ്ലീറ്റ്ലി മാറിക്കണം. ഞങ്ങളൊക്കെ അന്ന് വിട്ടു, കാരണം ഞങ്ങൾ ക്ലാസ്സിൽ എല്ലാവരും ഞങ്ങളിപ്പോഴും കുട്ടികളെ പോലെ തന്നെയാണ്. പക്ഷേ 6ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഇവന് കഴിഞ്ഞു പോയ, അല്ലെങ്കിൽ ആ 5ാം ക്ലാസ് പൂട്ടിയപ്പോഴുള്ള ഗൻശ്യാമേ അല്ല, ഇവൻ്റെ ഫേഷ്യൽ സ്ട്രക്ചർ കുറച്ച് മാറിയിരിക്കണ്, ഇവന് ഹൈറ്റ് കൂടിയിരിക്കണ്, ഇവൻ്റെ സൗണ്ട് ഇതാ ആണുങ്ങളെ മാറി, ഇവന് കുറച്ച് മീശയൊക്കെ വരുന്നുണ്ട്, അവൻ്റെ മുഖത്തതാ മോക്കുരൊക്കെ. ഞങ്ങളാകെ അന്ന് വിട്ടു. ഈ ചെങ്ങായത്തത് ഞങ്ങൾ ക്ലാസ്സിൽ വേറെ ഒരു ആൺകുട്ടിക്കും ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും ഇപ്പോൾ 6ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അതേപോലെ തന്നെയാണ്. ഇവരാണ് എന്ത് ചെയ്ത് ഏർലി മെച്യൂറായി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു എന്താ പറയുക, ആ ഒരു മാൻ എന്നുള്ള ആ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും എൻ്റെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഇതിപ്പോൾ നമ്മൾ ഇതേമാതിരി ആവുമോ, ഞാൻ ആവുകയാണെങ്കിൽ എന്നാവുക. പിന്നെ ഇങ്ങനെ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും 7ാം ക്ലാസ് 8ാം ക്ലാസ് ആയപ്പോഴത്തേനും ഞങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ മാറാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ വിസിബിളായിട്ട് ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആൺകുട്ടിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓരോ സംഭവം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഒരു ചെങ്ങായി പ്യൂബേർട്ടി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്യൂബേർട്ടി എത്തിക്കഴിഞ്ഞാൽ ഓൻ്റെ ശരീരത്തിൽ വരുന്ന മെയിൻ മാറ്റങ്ങളിൽ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഫേഷ്യൽ ഹെയർ വരുന്നത്. ഓക്കെ, ഇങ്ങനെ മീശയും കുറച്ച് താടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. ഇത്രക്കൊന്നും വരില്ല, കുറച്ച് രീതിയിലേക്ക് വരും. ഓക്കെ, ഓൾറെഡി മുടിയുള്ള ചെങ്ങായിട്ട്, മുടിയില്ലാത്ത ആളെന്നല്ല. ഫേഷ്യൽ ഹെയർ വരുന്നത്. പിന്നെ അതേപോലെ ചെസ്റ്റിൽ, പിന്നെ ആം സ്പിറ്റിൽ, അതേപോലെ പ്യൂബിക് റീജിയനിലൊക്കെ ഹെയർ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഇവിടെയൊക്കെ പിന്നെ ഹെയർ ഗ്രോ ചെയ്യാൻ തുടങ്ങും പ്രായം കൂട്ടുന്നതിനനുസരിച്ച്. പിന്നെ വരുന്ന മാറ്റമാണ് നമ്മൾ ഈ സംഭവം ഉണ്ടല്ലോ, ആഡംസ് ആപ്പിൾ നമ്മൾ വിളിക്കണേ, ഈ ഒരു സാധനം കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ സാധനത്തിൻ്റെ ഗ്രോത്ത് വരാൻ തുടങ്ങുന്നത് ആ ഒരു ടൈമിലാണ്, ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ്. അപ്പോൾ നമ്മൾ സൗണ്ട് എന്താവാൻ തുടങ്ങും, കുറച്ചുകൂടി ഡീപ്പാവാൻ തുടങ്ങും. ഓക്കെ, പിന്നെ അതേപോലെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് സ്ട്രക്ചർ കുറച്ചുകൂടി ഇങ്ങനെ മാറാൻ തുടങ്ങും. അതായത് ഈ ഷോൾഡർ ബോൺസിൻ്റെ ഒക്കെ എന്താ പറയുക, ഈ ഷോൾഡറിൻ്റെ ഒക്കെ വീതിയൊക്കെ കുറച്ച് കൂടാൻ തുടങ്ങും, കുറച്ചുകൂടി ബ്രോഡർ ആവും. മസിൽസൊക്കെ കൂടുതൽ ഡെവലപ്പാവും. അത് അതിൻ്റെ കൂടെ ഒന്ന് ലിഫ്റ്റും ജിമ്മൊക്കെ പോലും സ്പോർട്സിലും കൂടി ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായി കയറും. എന്നാലും ജനറലി ഒരാണാവുമ്പോൾ, ആ ഒരു ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ മസിൽ മാസും കാര്യങ്ങളൊക്കെ, ഞാൻ വരക്കുമ്പോൾ എന്തോ മര്യാദ അല്ലേ, സൂപ്പർമാൻ്റെ മര്യാദ. അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഷോൾഡറിൻ്റെ വിടുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടാൻ തുടങ്ങും, മസിൽ മാസൊക്കെ ഒന്ന് കൂടാൻ തുടങ്ങും, കയ്യൊക്കെ ഇങ്ങനെ മസിലുള്ള കയ്യാവും. ഓക്കെ, കുറച്ചും കൂടി ഇങ്ങനെ മസിലാവും. അത്രക്കൊന്നും ഉണ്ടാവില്ല. ബോൺ ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ കൂടും. ബോൺ ഡെൻസിറ്റി എല്ലിൻ്റെ ആ സംഭവങ്ങളൊക്കെ കൂടും. മൊത്തത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോയ് എന്നുള്ളതിന്, ഒരു ബോയ് എന്നുള്ള ആ ഒരു കാണുമ്പോൾ തന്നെ ആ ബോയ് എന്ന് മനസ്സിലാക്കുന്നത് ഒരു മാൻ എന്നുള്ള രീതിക്കായി മാറുന്ന ആ ഒരു ടൈം. ഓക്കെ, ഇനി വേറൊരു സംഭവം ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാധനമാണ് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞിട്ട്.
സ്പെർമാറ്റോജെനിസിസ്. തിങ്ക് സ്പെല്ലിംഗ് ഈസ് റൈറ്റ്. നോക്കട്ടെ. ജെനസിസ് എന്നേക്കാരം. ജെനസിസ്. ഓക്കെ. സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞിട്ട് എഴുതി നോക്കണ്ട, ഹാൻഡ് റൈറ്റിംഗ് നോക്കണ്ട, ഒന്നുമില്ല. സ്പേമിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ആ ഒരു ടൈമിലാണ്, ആ ഒരു പ്യൂബേർട്ടി കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. ഓക്കെ. ചെക്കന്മാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കി എന്താണ് ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ളതും, ടെസ്റ്റോസ്റ്ററോൺ ഒരു ബേസിക് ആയിട്ട് അതിൻ്റെ ഒരു പ്രൊഡക്ഷനും ഫങ്ഷനും അത് നമ്മളെ ശരീരത്തിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത് എന്നുള്ളതും, അതായത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ വിസിബിളായിട്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവുന്ന എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചേഞ്ചുകൾ, അതുപോലെ തന്നെ HPG ആക്സിസ് എന്താണ്, ഇതിൻ്റെ റെഗുലേഷൻ എന്താണെന്നൊക്കെ ഒരു ബേസിക് ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം. ഇതൊന്നും അറിയേണ്ട ശരിക്കും ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്നാലും എനിക്കൊരു സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് ABCD പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഇനി അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് ഹാവിങ് ഹൈ ടെസ്റ്റോസ്റ്ററോൺ. ഹൈ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് ഉണ്ടാവാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്താണ് ടെസ്റ്റോസ്റ്ററോൺ മേക്ക് എഫേർട്ട് ഫീൽ ഗുഡ്. ആൻഡ്രൂ ഹ്യൂബർമാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കലുണ്ട് മുമ്പ് വീഡിയോസിലൊക്കെ. ടെസ്റ്റോസ്റ്ററോൺ അത്യാവശ്യം നല്ല ലെവലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, അതിനുള്ള ഡ്രൈവ് നമുക്ക് ഉണ്ടാവും എന്നുള്ളത് മാത്രമല്ല, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാനും അത് ചെയ്യുന്നതിനോടൊപ്പം അത് എൻജോയ് ചെയ്യാനും അതിന് റിവാർഡ് ഇങ്ങോട്ട് ഉണ്ടാക്കി എടുക്കാനുള്ള കഴിവ് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കി തരും. ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം മുമ്പ് പറയുന്നത്. Testosterone has some very interesting effects on the brain. The major mental effect of testosterone is it makes effort feel good. ഈ ഒരു സെയിം സംഭവമാണ് ഞാൻ എൻ്റെ ജേണിയിലും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വലിയ സംഭവമാക്കി പറയല്ല, പക്ഷേ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ ബാക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ടും ഹാർഡ് വർക്കിംഗ് ആയിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ആ ഒരു വർക്ക് തന്നെ എൻജോയ് ചെയ്യാനും അതിൽ നിന്ന് തന്നെ എങ്ങനെ റിവാർഡ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു വീഡിയോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1 hourൻ്റെ അടുത്ത് ലെങ്ത്ത് വരേണ്ടതാണ്. അത്രയും റിസർച്ചും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ 1 hour ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ 50 minute ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ തന്നെ ഏകദേശം തെറ്റുകളും കാര്യങ്ങളൊക്കെ കൂട്ടി ചിലപ്പോൾ ഒരു 2 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു സംഭവം അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. കാരണം നോർമൽ യൂട്യൂബേഴ്സൊക്കെ ഒരു 10 minute 15 minute വീഡിയോ ഉണ്ടാക്കാൻ തന്നെ കുറേ കഷ്ടപ്പെടലുണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് നമുക്ക് നമ്മൾ പഠിക്കും ആ ഒരു വർക്കിൻ്റെ പെർസ്യൂട്ടിൽ നിന്ന്, ആ ഒരു ബുദ്ധിമുട്ടുള്ള സംഭവം ചെയ്യുന്നതിൽ നിന്ന് തന്നെ എങ്ങനെ അതിന് റിവാർഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ സ്ക്വീസ് ചെയ്തെടുക്കാൻ പറ്റും, ആ ഒരു ഹാർഡ് വർക്ക് എങ്ങനെ എൻജോയ് ചെയ്യാം എന്നുള്ള സംഭവം നമ്മളെ ക്യാപ്പബിൾ ആക്കി തരും ടെസ്റ്റോസ്റ്ററോൺ. ഓക്കെ. അത് ഫിസിക്കൽ വർക്ക് തന്നെ ആവണമെന്നില്ല, അത് മേ ബി ഒരു ബുക്ക് ചെയ്തതിനാവാം, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ എടുക്കണമാവാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു ഫുട്ബോൾ ടൂർണമെൻറ്റിന് ട്രെയിൻ ചെയ്യായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആപ്പ് ഡെവലപ്പ് ആയിരിക്കും. എന്തും ആയിക്കോട്ടെ, നമ്മൾ കോഗ്നിറ്റീവിലായിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ, നമ്മളെ എനർജി അല്ലെങ്കിൽ നമ്മളൊരു എഫേർട്ട് നല്ല രീതിയിൽ ഇട്ടാണ്ട് ചെയ്യേണ്ട സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ആ സാധനങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റോസ്റ്ററോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമതാണ് ടെസ്റ്റോസ്റ്ററോൺ ഈസ് എ നാച്ചുറൽ ആൻറ്റി ഡിപ്രസൻറ്റ്. നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ടൈമിൽ പറഞ്ഞു എന്ത്, ടെസ്റ്റോസ്റ്ററോൺ ഫിസിയോളജിക്കൽ കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മളെ ബിയേർഡ് വരുന്നതും ബോഡി സ്ട്രക്ചർ മാറുന്നതും മസിൽ കൂട്ടുന്നതും ഈ സംഭവങ്ങളിൽ മാത്രമല്ല, മെയിൽ സൈക്കോളജിയിലും മെയിൽ മെൻ്റൽ ഹെൽത്തിലും ഇതിന് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ റോൾ ഉണ്ട് എന്ന് കാര്യം പറഞ്ഞു. ഓക്കെ. ഇപ്പോൾ ഈ ഒരു സമയം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴും ആണുങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, മെയിൽ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് കൂടി വരികയാണ്. എന്നാൽ ഇതേ സമയം ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്സൈറ്റിക്കും ഡിപ്രഷനൊക്കെ എതിരായിട്ട് ഒരു ഷീൽഡ് ആയിക്കാണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഹൈ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാകുമ്പോൾ അതുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് റിസ്ക് എടുക്കുക എന്നുള്ളത്, കൂടുതൽ റിസ്ക് എടുക്കുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഈ റിസ്ക് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരാൾ ഫേസ് ചെയ്യുന്ന സംഭവമാണ് എന്ത്, ആങ്സൈറ്റി. അപ്പോൾ ഈ ഒരു ആങ്സൈറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, അയാൾ റിസ്ക് എടുക്കാനുള്ള ചാൻസ് കൂടും, കൂടുതൽ പൊട്ടത്തരങ്ങൾ കാണിക്കും. പക്ഷേ അങ്ങനത്തെ സംഭവം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ അത്ര അച്ചീവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആങ്സൈറ്റിക്കും ഡിപ്രഷനും എതിരായിട്ട് ഒരു ഷീൽഡ് ആയിക്കാണ്ട് ആര് പ്രവർത്തിക്കും, ടെസ്റ്റോസ്റ്ററോൺ പ്രവർത്തിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോറിലേഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. ആണുങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു വരികയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, അത് നമ്മൾ കുറച്ച് ഞാൻ പറയും. അതുപോലെ തന്നെ ആണുങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ലോൺലിനെസ്, റിസ്ക് എടുക്കുന്നത് കുറയുക, ലിബിഡോ കുറയുക, മൂഡ്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ബ്രെയിൻ ഫോഗ്, അങ്ങനെയുള്ള മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്താണ് കൂടി വരികയാണ്. അപ്പോൾ ആ ഒരു കോറിലേഷൻ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകൾ ഒരുപാട് നേരം ഫോക്കസ് ചെയ്യാൻ, അതേപോലെ നമ്മുടെ സ്വന്തം എബിലിറ്റിയിലുള്ള കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ, നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാൻ, അതുപോലെ തന്നെ നമ്മളെ ലൈഫ് നമുക്ക് എറിഞ്ഞു തരുന്ന ഒരുപാട് ഒബ്സ്റ്റിക്കിൾസിനെ പെർസിസ്റ്റ് ചെയ്യാന്ന് പറയും, തരണം ചെയ്യാനും ഒക്കെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ബിൽഡ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റോസ്റ്ററോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്താണ് മസിൽ ഗ്രോത്ത് ആൻഡ് ഫിസിക്കൽ പെർഫോമൻസ്. എനിക്കൊരിക്കലും സംസാരിക്കാതിരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഇതെന്താണ്, ഞാൻ ഫസ്റ്റ് ഹാൻഡായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു സംഭവമാണ്. അത്യാവശ്യം നല്ല ലെവലിൽ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമാവില്ല.
ജസ്റ്റ് ആണ് ജിമ്മിക്ക് പോയി എന്നിട്ട് മസിൽ ഉണ്ടാവും എന്നല്ല ഞാൻ പറയണത്. പക്ഷേ നമ്മൾ അതേപോലെ തന്നെ ജിമ്മിക്ക് പോകണ പല ആൾക്കാരും ഉണ്ടാവും. ഓലങ്ങാട്ട് ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാനും ലീനായി നിൽക്കാനും ഫാറ്റ് കുറക്കാനും ഈ സംഭവങ്ങളൊക്കെ ഒന്നുകൂടി എന്താവും എളുപ്പമായിട്ട് പറ്റും ടെസ്റ്റോസ്റ്ററോൺ കൂടുതലുണ്ടാകുമ്പോൾ. ഈ ഹെൽത്തി ടെസ്റ്റോസ്റ്ററോൺ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ കൂടുതലുള്ള ആൾക്കാർ പെട്ടെന്ന് ബോഡി പെട്ടെന്ന് ബിൽഡാവും, ഓല വർക്കൗട്ടിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആവും. അതുപോലെ തന്നെ ഓല ലീൻ ബോഡി മാസ് ഓല ഏജ് ആകുമ്പോൾ ഓൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കൊരു 932.6 ng/dl ടെസ്റ്റോസ്റ്ററോൺ റിസൾട്ട് വന്നു പറഞ്ഞു. അതായത് അത്യാവശ്യം ഒരു ഒപ്റ്റിമൽ ലെവൽ അല്ലെങ്കിൽ ഹൈ ലെവലാണ് നിൽക്കുന്നത് എന്ന് കരുതി ഞാൻ ജിമ്മിക്ക് ജസ്റ്റ് ബൈസപ്പ് കേൾ ഇങ്ങനെ ചെയ്ത് ബൈസപ്സ് ഉണ്ടായി എല്ലാ സംഭവങ്ങളും ഈസി ആയിട്ട് ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്. ഐ സ്റ്റിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഇടയിൽ ഫോൺ കളിച്ചിരിക്കുന്നുണ്ടാവും, എന്നിട്ട് പിന്നെ ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്യും, എന്നിട്ട് പിന്നെയും പോയി ഫോൺ കളിച്ചും, അതുപോലെ വർത്താനം പറഞ്ഞിരിക്കും, അതേപോലെ മൈൻഡ് മസിൽ കണക്ഷൻ ഇല്ലാതെ കയറാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവാം. എന്നും ജിമ്മിൽ പോകുന്നുണ്ടാവും, ആഴ്ചയിൽ 6 ദിവസമൊക്കെ പോകുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെ കയറി ചിലപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി കയറി പോലെ വർക്കൗട്ടൊക്കെ കൂടുതൽ ആൾക്കാർ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതേസമയം ഞാനൊരു 3-4 ദിവസമൊക്കെ പോവുള്ളൂ ജിമ്മിൽ, കാരണം വർക്കും കാര്യങ്ങളൊക്കെ വന്നാണ്ട് 1-2 ദിവസം എങ്ങനെ ആയാലും മുടങ്ങലുണ്ട്, ഒരു 3-4 ദിവസമൊക്കെ പോലുള്ളൂ. അപ്പോൾ ഞാനൊരു എന്താ പറയുക, ഒരു മിഡ് ലെവൽ കൺസിസ്റ്റൻസിയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് മുമ്പ് നല്ല രീതിയിൽ കൺസിസ്റ്റൻസി ആയിരുന്നു, വേറെ എന്തായാലും പറയുക റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത്. ഇപ്പോഴും അങ്ങനെ ആവണം, അങ്ങനെ ആവും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അത്യാവശ്യം വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ എന്താ പറയുക, മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഫിറ്റ്നസ് അല്ല, ഫിറ്റ്നസ് സെക്കൻഡറി ഫോക്കസ് ആയതുകൊണ്ട് തന്നെ പല ദിവസങ്ങളും മിസ്സാവലുണ്ട്. എന്നാലും ഒരു 3-4 ദിവസം പോയാലും ഉള്ള ദിവസം ഞാൻ എന്ത് ചെയ്യും, അത്യാവശ്യം നല്ല രീതിയിൽ പുഷ് ചെയ്യും. അതുപോലെ നല്ല മൈൻഡ് മസിൽ കണക്ഷൻ കൊടുത്തിട്ടാണ് വർക്കൗട്ട് ചെയ്യൽ, ഫോമിൽ അത്യാവശ്യം ഫോക്കസ് ചെയ്യലുണ്ട്. അതുപോലെ എൻ്റെ ഫുഡും സ്ലീപ്പും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കലുണ്ട് ഒരു 80% ഒക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം എനിക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങളെ ജിമ്മിൽ അതൊന്നും ഞാൻ സംഭവമാക്കി പറഞ്ഞല്ലോ, ഞാൻ റിയാലിറ്റി പറഞ്ഞുതരാണ്. ഞങ്ങളെ ജിമ്മിൽ വൺ ഓഫ് ദ ടോപ്പ് ഫിസിക്ക് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, നിങ്ങൾ ബോഡി കോമ്പോസിഷൻ എന്ന് പറഞ്ഞ സംഭവം കേട്ടണം. നമ്മളെ ബോഡി എത്രത്തോളം ഫാറ്റ്, എത്രത്തോളം മസിൽ, എത്രത്തോളം ബോണ് ആണെന്നുള്ള ആ ഒരു സംഭവത്തിനാണ് ബോഡി കോമ്പോസിഷൻ എന്ന് പറയുക. അതായത് 70 കിലോനുള്ള 2 ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ ആ 2 ആൾക്കാരുടെ ശരീരത്തിലും ഈ ബോഡി കോമ്പോസിഷൻ 2 രീതിയിലായിരിക്കും. ഒരാൾ ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ആളും ഒരാൾ കുറേ കാലം കഷ്ടപ്പെട്ടുകൊണ്ട് ഗെയിൻ ചെയ്ത വെയിറ്റും ആണെന്നുണ്ടെങ്കിൽ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആളെ സംബന്ധിച്ച് അയാളുടെ ശരീരത്തിൽ നല്ല രീതിയിൽ മസിൽ മാസ് ഉണ്ടാവും, ലീൻ ബോഡി മാസ് ഉണ്ടാവും, എല്ലും മസിലേക്കാരും കൂടുതലുണ്ടാവും, ഫാറ്റ് കുറവായിക്കാരം 6 പാക്കൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ. എന്നാൽ അതേസമയം മറ്റേ ആൾ അൺഹെൽത്തി ആയിട്ടുള്ള ആൾ ഇതുവരെ ജിമ്മിൻ്റെ പടി പോലും കാണാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളും പറയുന്നത് ഞാനും 70 കിലോന് 70 കിലോന് നമ്മൾ ഒരേപോലെ അല്ലേ ചിലപ്പോൾ പറയും. പക്ഷേ അയാളുടെ ശരീരത്തിൽ ഇറച്ചി എന്ന് പറയുന്നത് കുറച്ചേ ഉണ്ടാവുള്ളൂ, ബാക്കി ഫുള്ള് എന്തേക്കാരം കൊഴുപ്പേക്കാരം, പക്ഷേ അയാൾ ഏവന്നേക്കാരം. അപ്പോൾ ബോഡി കോമ്പോസിഷൻ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് ലീൻ ബോഡി മാസോട് കൂടി വല്ലാതെ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാതെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ടെസ്റ്റോസ്റ്ററോൺ ഹെൽപ്പ് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എനിക്ക് 6 പാക്ക് ഉണ്ട്. ഞാൻ ഇതുവരെ എത്ര കഴിച്ചാലും ഞാൻ അങ്ങനെ ഫുഡ് ഓവറായിട്ട് പുറത്തുനിന്ന് എന്തായാലും ഞാൻ അങ്ങനെ വല്ല കഴിക്കില്ല. എന്നാലും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കഴിച്ചാൽ പോലും എൻ്റെ ആ ഒരു 6 പാക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുവരെ എനിക്ക് ഫാറ്റ് വന്നിട്ടില്ല. ഇനി 4-മത്താണ് സെക്ഷൽ ഫങ്ഷൻ ആൻഡ് ഫെർട്ടിലിറ്റി. ഒരിക്കലും മെയിൽ സെക്ഷൽ ഹെൽത്തിൽ, അതായത് നമ്മളെ റിപ്രൊഡക്ഷനിലാണെന്നുണ്ടെങ്കിലും നമ്മളെ സെക്ഷൽ ഹെൽത്തിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും അല്ലെങ്കിൽ ഒരു സിംഗിൾ റോൾ വഹിക്കുന്ന ആൾ ടെസ്റ്റോസ്റ്ററോൺ നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ വേറെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മളെ ന്യൂറോളജിക്കൽ ഹെൽത്ത്, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. പക്ഷേ ഒരു 3 കാര്യങ്ങളിൽ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉള്ള ആളാണ് ടെസ്റ്റോസ്റ്ററോൺ. അപ്പോൾ ഹെൽത്തി ലെവലിൽ ടെസ്റ്റോസ്റ്ററോൺ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് അയാൾക്ക് നല്ല രീതിയിൽ ലിബിഡോ ഉണ്ടാവും, അതായത് സെക്ഷൽ ഡ്രൈവ്. ഇപ്പോൾ ഒരാൾക്ക് അയാൾ സെക്സിൽ എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ളൊരു മോട്ടിവേഷൻ വരണ്ടേ, അപ്പോൾ ആ ഒരു ഡ്രൈവ് വരണ്ടേ, അത് തരുന്നതിൽ. അതുപോലെ സെക്ഷൽ പെർഫോമൻസ്, ഇജാക്കുലേഷനും ഇറക്ഷനൊക്കെ നല്ല രീതിയിൽ, അതായത് സാമാനം വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടെസ്റ്റോസ്റ്ററോൺ വേണം. അതുപോലെ ഇനിയിപ്പോൾ സാമാനം വർക്ക് ചെയ്തിട്ട് മാത്രം കാര്യമല്ല, അത് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള, സ്പേമിന് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള എന്ത് വേണം, ഹെൽത്തും വേണം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള സ്പേം പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഫെർട്ടിലിറ്റി, സെക്ഷൽ പെർഫോമൻസ്, അതേപോലെ ലിബിഡോ, ഈ 3 കാര്യങ്ങളും ടെസ്റ്റോസ്റ്ററോൺ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ട്. ഒരു ഹെൽത്തി ഒപ്റ്റിമൽ ലെവലിൽ ടെസ്റ്റോസ്റ്ററോൺ ഉള്ള ആളെ സംബന്ധിച്ച് ബാക്കി കാര്യങ്ങളും അതർ ഫാക്ടേഴ്സും കൂടി റെഡി ആവണം. ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ 3 നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്നാൽ അതേസമയം ഇത് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന സംഭവമാണ്, ഇപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റഡീസ് കാണിക്കുന്നൊരു സംഭവമാണ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് ഓരോ വർഷം കുറഞ്ഞു വരികയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ കുറയണം, അതേപോലെ തന്നെ അവിടെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന സംഭവമാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതുപോലെ തന്നെ ലിബിഡോ കുറയുക, അതായത് മോട്ടിവേഷൻ കുറയുക സെക്സിനുള്ള, അതേപോലെ ഇൻഫെർട്ടിലിറ്റി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടി വരിക എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞതനുസരിച്ച് മെയിൽ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു കോറിലേഷൻ പറഞ്ഞല്ലോ. അതേപോലെ ഇവിടെ എന്തുണ്ട്, ഫെർട്ടിലിറ്റിയും സെക്ഷൽ ഹെൽത്തും കുറഞ്ഞു വരുന്നുണ്ട് ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞതനുസരിച്ച്. ഇനി 5-മത്തെ ബെനിഫിറ്റാണ് റെഡ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ ആൻഡ് ഫിസിക്കൽ എനർജി. ഇതിനെക്കുറിച്ച് വല്ലാതെ ആൾക്കാർ സംസാരിക്കണം കേട്ടില്ല. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും മലയാളത്തിലെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട് നമ്മളെ എന്തിൻ്റെ ഉള്ളിൽ, ബോൺ മാരോൻ്റെ ഉള്ളിലാണല്ലോ മെയിനായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ബോൺ മാരോൻ്റെ ഉള്ളിലുള്ള റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കേണ്ട ആര്, നമ്മളെ ടെസ്റ്റോസ്റ്ററോൺ. ഈ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഒരു മെയിൻ റോളാണ് എന്ത്, ലങ്സ് എന്നുള്ള ഓക്സിജന് ക്യാരി ചെയ്തിട്ട്
അത് നമ്മളെ മസിൽസിലേക്കും അതുപോലെ അവയവങ്ങളിലേക്കും ഓർഗൻസിലേക്കും കൂടുതൽ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ കാരണം സ്റ്റിമുലേറ്റ് ചെയ്താണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, കൂടുതൽ ഓക്സിജൻ ഡെലിവറി അവിടെ നടക്കില്ലേ. കൂടുതൽ ഓക്സിജൻ ഡെലിവറി നടന്നു കഴിഞ്ഞാൽ അവിടെ കിട്ടാൻ പോകുന്ന ഒരു ഉപകാരമാണ് എൻഡുറൻസും ഫിസിക്കൽ പെർഫോമൻസും കൂടുക എന്നുള്ളത്. ഇപ്പോൾ അയൺ മാന്, മാരത്തോണ്, അല്ലെങ്കിൽ 5K 10K, അതുപോലെ ഒബ്സ്റ്റക്കിൾ റേസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ട്രെയിൻ ചെയ്യണവർക്ക് അറിയാം എൻഡുറൻസിൻ്റെ പ്രാധാന്യം. ഓലൊക്കെ VO2 മാക്സ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഓല് നല്ല രീതിയിൽ കഷ്ടപ്പെടും. അതായത് ബെറ്റർ ഓക്സിജൻ എഫിഷ്യൻസി, കൂടുതൽ നേരം പ്രലോങ് ആയി നിൽക്കുന്ന വർക്കൗട്ടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എൻഡുറൻസ് വേണം, നമുക്ക് നല്ല രീതിയിൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിന് യൂസ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആ എൻഡുറൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഫിസിക്കൽ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആര് ഹെൽപ്പ് ചെയ്യുന്നു? ടെസ്റ്റോസ്റ്ററോൺ ഹെൽപ്പ് ചെയ്യുന്നത്. എങ്ങനെ? റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിലൂടെ, ബെറ്റർ ഓക്സിജൻ ഡെലിവറി നടക്കുന്നതിലൂടെ. ഇനിയും ഇഷ്ടംപോലെ ബെനിഫിറ്റുകളുണ്ട്. ഇത് കേട്ടാൽ തന്നെ എനിക്ക് തോന്നുന്നുണ്ടാവും ടെസ്റ്റോസ്റ്ററോൺ ഭയങ്കര കൂളാണെന്നുള്ളത്. ഇനിയും ഇഷ്ടംപോലെ ബെനിഫിറ്റുകളുണ്ട്. എനിക്ക് ഏറ്റവും അടിപൊളിയായി തോന്നിയ 5 ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് ടെസ്റ്റോസ്റ്ററോൺ ഒരു സൂപ്പർ ഹ്യൂമൻ ഹോർമോൺ ആയിട്ട് തന്നെ കേട്ടോ, ഞാൻ അങ്ങനെ തന്നെ പറയാം. ഓക്കെ, ഇനി ഒരാൾക്ക് ലോ ടെസ്റ്റോസ്റ്ററോൺ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? വാട്ട് ഇഫ് യു ഹാവ് ലോ ടെസ്റ്റോസ്റ്ററോൺ? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ്സും ഉണ്ട് എന്ന് വിചാരിച്ചു. അങ്ങനെയെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പഠിക്കുള്ളൂ. അതിന് നെഗറ്റീവ്സ് ഉണ്ട്, ഓക്കെ, ചെയ്തിട്ടില്ലെങ്കിൽ നെഗറ്റീവ്സ് ഉണ്ട്, അപ്പോൾ അത് ചെയ്യാതെ കണ്ട, അത് ചെയ്താൽ പോരെ, ആ നെഗറ്റീവ്സിനെ കുറിച്ച് വല്ലാതെ ഒബ്സസ് ചെയ്യേണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആളാണ് ഞാൻ ആ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് കൂടുതൽ പഠിക്കുക. എന്നാലും ടെസ്റ്റോസ്റ്ററോൺ അങ്ങനെ ഒരു സംഭവമാണ്. ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. ടെസ്റ്റോസ്റ്ററോൺ കൂടി കഴിഞ്ഞാൽ, ഓവറായി കഴിഞ്ഞാലല്ല, ഒപ്റ്റിമൽ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ബിലോ 1000 ഒക്കെയാണ് പറയല്. ഒപ്റ്റിമൽ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബെനിഫിറ്റിലാണ് ഫോക്കസ് ചെയ്യൽ. എന്നാലും ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്ന നെഗറ്റീവ് എഫക്റ്റുകൾ എന്താ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തുതരാം, ഞാൻ സമ്മറായിട്ട് പറഞ്ഞുതരാം. 3 കാറ്റഗറിയിലാണ് നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുക. 1 ബോഡി ആൻഡ് പെർഫോമൻസ്, 2 സെക്ഷൽ ഹെൽത്ത്, 3 മൈൻഡ് ആൻഡ് എനർജി. ഇപ്പോൾ ബോഡി ആൻഡ് പെർഫോമൻസിൻ്റെ കേസിൽ വരുന്ന സംഭവങ്ങളാണ് ലോസ് ഓഫ് മസിൽ, ഇൻക്രീസ്ഡ് ബോഡി ഫാറ്റ്, റെഡ്യൂസ്ഡ് സ്ട്രെങ്ത്, പുവർ റിക്കവറി, ലോവർ ബോൺ ഡെൻസിറ്റി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഈ സെക്ഷൽ ഹെൽത്തിൻ്റെ കേസിൽ വരുന്ന സാധനങ്ങളാണ് ലോവർ ലിബിഡോ, ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, ഫ്യൂവർ മോർണിംഗ് ഇറക്ഷൻസ്, റെഡ്യൂസ്ഡ് ഫെർട്ടിലിറ്റി, ഇങ്ങനത്തെ സംഭവങ്ങൾ. ആൻഡ് മൈൻഡ് ആൻഡ് എനർജിൻ്റെ കേസിൽ പറയുമ്പോൾ ഫെറ്റീഗ് ആൻഡ് ലോ എനർജി, ലോ മോട്ടിവേഷൻ, ഡിപ്രസ്ഡ് മൂഡ്, പുവർ കോൺസെൻട്രേഷൻ ആൻഡ് ബ്രെയിൻ ഫോഗ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇനിയുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക കോമൺ ആയിട്ട് വരുന്ന സംഭവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. വാട്ട് കോൺട്രിബ്യൂട്ട്സ് ടു ലോ ടെസ്റ്റോസ്റ്ററോൺ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടെസ്റ്റോസ്റ്ററോൺ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതൊരു ഹാക്കോ അല്ലെങ്കിൽ ഒരു ടാക്റ്റിക്കോ ഒന്നല്ല. ഒരൊറ്റ ഗുളിക എടുത്തു കഴിഞ്ഞാലോ ഒരൊറ്റ സപ്ലിമെൻറ്റ് എടുത്തു കഴിഞ്ഞാലോ ടെസ്റ്റോസ്റ്ററോൺ ഒറ്റയടിക്ക് കൂടുന്നില്ല. ഇത് ഒരുപാട് സംഭവങ്ങളുടെ കോമ്പിനേഷനായി കണ്ട് നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ നമ്മൾ അങ്ങനെ ആക്കുമ്പോഴാണ്, നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ടെസ്റ്റോസ്റ്ററോൺ നല്ല രീതിയിൽ ഹെൽത്തി ലെവലിലേക്ക് നിൽക്കുക. അതുപോലെ തന്നെ ഒരു സംഭവം അല്ല ടെസ്റ്റോസ്റ്ററോൺ മൊത്തത്തിൽ കുറക്കുന്നത്, ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ലൈഫ് സ്റ്റൈലിനെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുമ്പോഴാണ്. അത് ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതാണ് ക്രോണിക് സ്ലീപ്പ് ഡിപ്രവേഷൻ. എനിക്കറിയില്ല എൻ്റെ വീഡിയോയിൽ ഞാനിത് എത്ര വട്ടം പറഞ്ഞിരിക്കണമെന്നുള്ളത്, പക്ഷേ ഞാൻ സ്ലീപ്പിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. കാരണം എനിക്കറിയാം, ഞാൻ CA പഠിക്കുന്ന ടൈമിൽ, CA ഫൗണ്ടേഷനിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ജസ്റ്റ് 4 മണിക്കൂറൊക്കെ ഉറങ്ങിയാണ്ടാണ് ഞാൻ ക്ലാസ്സൊക്കെ പോവുക. എൻ്റെ മൈൻഡിൽ എന്തെന്ന് വെച്ചാൽ എല്ലാവരും ഒരു 8 മണിക്കൂറോ 10 മണിക്കൂറോ കൺട്രോൾ ഇല്ലാതെ ഉറങ്ങി, പിന്നെ കുറച്ച് നേരം ഒന്ന് നോക്കിയാണ്ട് ബുക്കൊക്കെ നോക്കിയാണ്ട് ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൽക്കാകെ പഠിക്കാൻ 1-2 മണിക്കൂറേ കിട്ടുള്ളൂ. രാത്രി 1 മണിക്കൂറും രാവിലെ 1 മണിക്കൂറൊക്കെ മേ ബി. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു രാത്രി ഒരു 10 മണിക്കൊക്കെ ഉറങ്ങിയിട്ട് ഞാൻ രാവിലെ ഒരു 5 മണിക്ക്, അല്ലെങ്കിൽ 5 മണിക്കൊന്നല്ല, ഞാൻ അതിന് മുമ്പ് കേൾക്കും 3 മണിക്കൊക്കെ നീച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാത്രി ഒരു 11 മണിക്കൊക്കെ ഉറങ്ങി രാവിലെ ഒരു 3 മണിക്കോ 4 മണിക്കൊക്കെ നീച്ച് കഴിഞ്ഞാൽ മേ ബി എനിക്ക് 4-5 മണിക്കൂർ ഉറക്കം കിട്ടുള്ളൂ. പക്ഷേ എനിക്ക് അവിടുന്ന് തൊട്ട് രാവിലെ വരെ പഠിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് രാത്രിയും പഠിക്കാം, രാവിലെയും പഠിക്കാം. അപ്പോൾ മൊത്തം ഒരു 4 ഒരു 8 മണിക്കൂർ, 5, 6, 7, 8 മണിക്കൂറൊക്കെ എനിക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ ഓലങ്കാട്ട് മുമ്പ് എത്തുന്നുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരു സ്റ്റുഡൻറ്റായിരുന്നു ഞാൻ. അത് പിന്നീട് എനിക്ക് മനസ്സിലായി എന്ത് കംപ്ലീറ്റ് പൊട്ടത്തരാണെന്നുള്ളത്. കാരണം മനുഷ്യന്മാരെ സംബന്ധിച്ച് എല്ലാ ആനിമൽസിനെ എടുത്തു കഴിഞ്ഞാലും അതിൽ സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്യണ ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ജീവികളും നിങ്ങൾ നോക്കി നോക്കി ഓല ടൈം ആകുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും, അതേപോലെ തന്നെ എണീക്കേണ്ട ടൈം ആകുമ്പോൾ എണീറ്റിട്ടുണ്ടാവും കറക്റ്റായിട്ട്. ഓക്കെ, മനുഷ്യന്മാർ മാത്രമാണ് ജോലി തിരക്കോ അല്ലെങ്കിൽ അതും ഇതൊക്കെ പറഞ്ഞാണ്ട് എന്ത് ചെയ്യുന്നത്, സ്ലീപ്പിനെ പഠിത്തം എന്നൊക്കെ പറഞ്ഞാണ്ട് ഒഴിവാക്കുന്നത്, പല ഭാഗങ്ങളും അല്ലെങ്കിൽ ചുരുക്കണതൊക്കെ. അപ്പോൾ ഞാൻ അത് ഒരുപാട് ആൾക്കാരൊക്കെ കണ്ട മിസ്റ്റേക്കാണ്. സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഓണ്ടർപ്രണേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ എന്ത് ചെയ്യുക വെച്ചാൽ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലീപ്പിനെ പകുതി ആയിക്കാണ്ട് കട്ട് ചെയ്താണ്ട് ബാക്കി ടൈം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ പഠിക്കാൻ വേണ്ടിയിട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇത് എന്തിലേക്ക് നയിക്കുന്നു?
ക്രോണിക് സ്ലീപ്പ് ഡിപ്രവേഷനിലേക്ക് നയിക്കുന്നു. അതായത് ഓരോ ദിവസവും സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്ത് അതിങ്ങനെ സ്ലീപ്പ് ഡെപ്റ്റ് അടിഞ്ഞ് അങ്ങനെ ഒരുപാട് കാലം അങ്ങനെ പോയിക്കാണ്ട് ലാസ്റ്റ് എന്താവും തലേക്ക് ഒന്നും കയറാത്ത രീതിയിലായിട്ടുണ്ടാവും. പക്ഷെ ഇവരത് അറിയൂല. അപ്പോൾ ഇത് ടെസ്റ്റോസ്റ്ററോണെ കുറയ്ക്കാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ ആണ്. കാരണം എന്താണ്, കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുക ഉറങ്ങുന്ന ടൈമിലാണ്. ശരിയാണ്, നിങ്ങൾക്ക് കൂടുതൽ മണിക്കൂർ കിട്ടും എന്ന് കരുതി കൂടുതൽ റിസൾട്ട് കിട്ടും എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇനി രണ്ടാമത്തെ വില്ലനാണ് ക്രോണിക് സ്ട്രെസ്സ്. സ്ട്രെസ്സ് രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് മെയിനായിട്ട് അക്യൂട്ട് സ്ട്രെസ്സുകളാണ്. അതായത് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ, ഒരു മൃഗം ആക്രമിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വേറെ ആൾക്കാർ നമ്മൾ ആക്രമിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഡേഞ്ചേഴ്സ് കാരണം വരുന്ന സാധനം നമ്മുടെ ശരീരം ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് സിസ്റ്റത്തിലേക്ക് മാറുന്നു എന്നൊക്കെ നമ്മൾ പറയല്ലോ. അഡ്രിനാലിനൊക്കെ ശരീരത്തിൽ കൂടിയിട്ട് നമ്മൾ ആകെ ഒരു എനർജി, വേറെ രീതിയിലൊരു എനർജിയൊക്കെ വരുന്ന, നമ്മൾ ഭയങ്കര അലേർട്ട് ആവുന്നൊരു സിറ്റുവേഷൻ, അത് അക്യൂട്ട് സ്ട്രെസ് വരുമ്പോൾ. അപ്പോൾ അക്യൂട്ട് സ്ട്രെസ് വരുമ്പോഴൊക്കെ നോർമലി എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നോർമലായിട്ട് വരും. നാച്ചുറലി നമ്മൾ ഓടുക, ചാടുക, രക്ഷപ്പെടുക, ഫൈറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻസും അങ്ങനെ പല കാര്യങ്ങളും റിലീസ് ആവുന്നുണ്ട്. അങ്ങനെ റിലീസ് ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സംഭവങ്ങളൊക്കെ കാം ആവുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ലൈഫിൽ വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് കൂടുതലും ക്രോണിക് സ്ട്രെസ്സാണ്. ക്രോണിക് സ്ട്രെസ് പറഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ അളവ് വളരെ കുറവുള്ളൂ. ഭയങ്കര കടുവയൊന്നും നമ്മൾ കടിക്കാൻ വരുന്നില്ല, ചെറിയ രീതിയിലുള്ളൂ. അടുത്ത മാസം റെൻറ്റ് കൊടുക്കണം, മോൾക്ക് സാലറി കൊടുക്കണം, ഇനി EMI അടക്കണം, ആ രീതിയിലൊക്കെ ഓരോ സ്ട്രെസ്സുകളാണ് ഉള്ളത്. അല്ലെങ്കിൽ എക്സാമിൻ്റെ സ്ട്രെസ്സ്, ആ സ്ട്രെസ്സ്, ഈ സ്ട്രെസ്സ് എന്നൊക്കെ പറഞ്ഞാണ്ട് അതിൻ്റെ പോലെ കല്യാണം കഴിക്കാൻ പറയും, അത് ഇത്. അപ്പോൾ ഇങ്ങനെ ചെറിയ ലെവലിലുള്ള സ്ട്രെസ് എന്ത് ചെയ്യും, കുറേ കാലം ഉണ്ടാവും. അക്യൂട്ട് സ്ട്രെസ് പറഞ്ഞാൽ ഒറ്റയടിക്ക് വരുന്ന സ്ട്രെസ് ആയിരിക്കും. അതിന് പകരം ഇപ്പോൾ നമുക്കുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രെസ് പക്ഷേ കുറേ കാലം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്, നമ്മുടെ ശരീരത്തിൽ എല്ലാ സ്റ്റിറോയിഡ് ഹോർമോൺസും മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ എന്നാണ്, ഇൻക്ലൂഡിങ് ടെസ്റ്റോസ്റ്ററോൺ ആൻഡ് കോർട്ടിസോൾ, സ്ട്രെസ് ഹോർമോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോണിക് സ്ട്രെസ്സിലാവുന്ന സമയത്ത് നമ്മൾ ഫുള്ള് എന്താണ്, നമ്മുടെ ലൈഫ് മൊത്തം താങ്ക്സ് ടു ലിവിങ് 24 hours ഇൻ ഫ്രണ്ട് ഓഫ് എ സ്ക്രീൻ ആൻഡ് അതിൻ്റെ കൂടെ ബാഡ് ഡയറ്റ്, നോ മൂവ്മെൻറ്റ്, അതുപോലെ പുവർ സ്ലീപ്പ്, ഇതും കൂടി കമ്പൈൻ ചെയ്താണ്ട് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും താങ്ക്സ് ടു മോഡേൺ ലൈഫ്. അങ്ങനെയുള്ള ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് ആകുമ്പോൾ നമ്മുടെ ബോഡി എന്തിലാണ് ഫോക്കസ് ചെയ്യാറോ, സർവൈവലിലാണ് ഫോക്കസ് ചെയ്യുക, ഗ്രോത്തിലല്ല. അപ്പോൾ ഈ സർവൈവലിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അതിൻ്റെ എനർജി എവിടെ സ്പെൻഡ് ചെയ്യാം, ഈ കൊളസ്ട്രോളിന് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കുന്നതിലല്ല കൂടുതൽ ഫോക്കസ് ചെയ്യുക, പകരം കോർട്ടിസോൾ ഉണ്ടാക്കുന്ന കാരണം, കൂടുതൽ സ്ട്രെസ് ഹോർമോൺ ഉണ്ടാക്കിയ കാരണം ഇപ്പോൾ ബോഡീൻ്റെ ആവശ്യം എന്താണ്, ടെസ്റ്റോസ്റ്ററോൺ അല്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷനൊക്കെ എന്താണ്, ഗ്രോത്ത് റിലേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ എന്തിലെക്കുന്ന ടൈമാണ്, അപ്പോൾ നമ്മൾ സ്ട്രെസ്സിൽ നിൽക്കുന്ന ടൈമാണ്, ഇപ്പോൾ നമ്മൾ സർവൈവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് സർവൈവ് ചെയ്താൽ മതി. അപ്പോൾ ഡൈജഷനോ കാര്യങ്ങളൊന്നും പ്രോപ്പർ ആവേണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഫുൾ അലേർട്ടായി നിന്നാൽ മതി, സർവൈവ് ചെയ്താൽ മതി. ടെസ്റ്റോസ്റ്ററോണും സ്പേം പ്രൊഡക്ഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, തൽക്കാലം മാറ്റി വെക്കുക, അതിപ്പോൾ ആവശ്യമില്ല, അത്യാവശ്യമുള്ളത് സർവൈവലാന്നുള്ള രീതിയിൽ കൂടുതൽ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൊക്കെ ഫോക്കസ് ചെയ്യും. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രശ്നം, ക്രോണിക് സ്ട്രെസ്സ്. ഇനി മൂന്നാമത്തെ കാരണമാണ് ഒബിസിറ്റി ആൻഡ് വിസറൽ ഫാറ്റ് അക്യുമുലേഷൻ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ടെസ്റ്റോസ്റ്ററോണായി തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഏകദേശം ഒരു 5 to 10%, 5 to 10% ടെസ്റ്റോസ്റ്ററോണ് DHT ആയിക്കാണ്ട് കൺവേർട്ട് ചെയ്യും. കേട്ടിട്ടുണ്ടാവും, ഹെയർ ഫാളുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് DHT എന്ന് പറഞ്ഞിട്ട്, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ. അതുപോലെ തന്നെ അപ് ടു 1% മാക്സിമം എന്നുള്ള രീതിയിലാണ് ടെസ്റ്റോസ്റ്ററോൺ ഈസ്ട്രോജനായിക്കാണ്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ആണുങ്ങളുടെ ശരീരത്തിൽ. ശരിയാണ്, ആണുങ്ങളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രോജനായിക്കാണ്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, ആണുങ്ങളെ സംബന്ധിച്ചും പെണ്ണുങ്ങളെ സംബന്ധിച്ചും രണ്ടാക്കും ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രോജനും വേണം. പക്ഷേ ഓരോരുത്തരെ സംബന്ധിച്ച് പ്രൈമറി സെക്സ് ഹോർമോണും ഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒബിസിറ്റിയും അതേപോലെ വിസറൽ ഫാറ്റും കൂടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈസ്ട്രോജനെ അപ് ടു 1% നമ്മുടെ ശരീരത്തിൽ നോർമലായിക്കാണ്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കൺവേർഷൻ നടത്തുന്ന മെയിൻ ആളാരാണ്, ഒരു അരോമാറ്റൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻസൈം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, അതാണ്. അപ്പോൾ ഈ ഒബിസിറ്റി, അതായത് ആവശ്യത്തിൽ കൂടുതൽ പൊണ്ണത്തടി, അതേപോലെ തന്നെ വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ വയറിന് ചുറ്റും ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഈ എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂടും, അരോമാറ്റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഈ അരോമാറ്റൈസിൻ്റെ ആക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ ഈസ്ട്രോജനായിക്കാണ്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, ആണുങ്ങളുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൈനക്കോമാസ്റ്റി, അതേപോലെ ബ്രസ്റ്റ് ടിഷ്യൂ പോലെയൊക്കെ ഡെവലപ്പ് ആവുന്നതും കൂടുതലൊരു സോഫ്റ്റ് സ്ട്രക്ചറിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി ഒരു ഫെമിനിൻ സ്ട്രക്ചറിലേക്ക് നമ്മൾ പോകും. ഫാറ്റ് അക്യുമുലേഷനൊക്കെ ഓരോ രീതിക്കാണ് വരിക. ഇവിടെ ആക്ച്വലി ഒരു സൈക്കിൾ ഉണ്ട്, നിങ്ങൾ നോട്ടീസ് ചെയ്തുകൊണ്ട് അറിയില്ല, നമുക്ക് ഇതിന് കാണാൻ പറ്റുന്നതാണ്. വിന്നേഴ്സ് ആൾവേസ് വിൻ, ലൂസേഴ്സ് ആൾവേസ് ലൂസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അങ്ങനെയൊന്നുമില്ല, തോറ്റാതെ നമുക്ക് ജയിച്ചാലും നമുക്ക് തോൽക്കാം. പക്ഷെ എന്നാലും ജസ്റ്റ് പറയാം, ഓൾറെഡി നല്ല ലെവലിക്ക് ടെസ്റ്റോസ്റ്ററോൺ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച്, ഹൈ ലെവലിക്ക് ടെസ്റ്റോസ്റ്ററോൺ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് ഓൾക്ക് ലീനായി നിൽക്കാൻ, ഫിറ്റായി നിൽക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓല് ലീനായി ഫിറ്റായി എത്ര കാലം നിൽക്കുന്നോ അത്രത്തോളം ഹൈ ലെവലിക്ക് ടെസ്റ്റോസ്റ്ററോൺ മെയിൻറ്റെയിൻ ചെയ്യാനും ഓൾക്ക് എളുപ്പമായിരിക്കും. എന്നാൽ അതേസമയം നല്ല രീതിയിൽ ഒബീസായിട്ട് അതേപോലെ തന്നെ വിസറൽ ഫാറ്റ് അക്യുമുലേറ്റ് ആയി നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ലോ ലെവൽ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ ആയിരിക്കും അധികം ഉണ്ടാവുക, ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറവായിരിക്കും.
ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറവാകുമ്പോൾ മസിൽ ബിൽഡ് ചെയ്യാനും ഫാറ്റ് ലൂസ് ചെയ്യാനും ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനി 4ാമത്തെ കാരണമാണ് കാലോറി റെസ്ട്രിക്ഷൻ ആൻഡ് ലോ ഫാറ്റ് ഡയറ്റ്. ഞാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഇന്ന് കേട്ടൊരു സംഭവമാണ്. ഫിറ്റ്നസിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കോവർക്കേഴ്സ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ പറയുന്നത് ഓലൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഡിസ്കഷനിലൊക്കെ, അല്ലെങ്കിൽ ഞാൻ ഓലെ വാച്ച് ചെയ്യുമ്പോൾ കണ്ട സംഭവമാണ്, ഹെൽത്തി ആയി നിൽക്കാൻ വേണ്ടിയിട്ട്, ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കട്ട് ചെയ്യുക എന്നുള്ള പരിപാടി, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ അളവ് വളരെ കുറക്കുക എന്നുള്ള പരിപാടി, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഫുഡ് സ്കിപ്പ് ചെയ്യുക എന്നുള്ള പരിപാടി. ഇതെന്താ അറിയോ? ഇറ്റ്സ് എ റോങ് മൂവ്. ശരീരത്തിന് ആവശ്യമായ ഫുഡ് കൊടുക്കുക തന്നെ വേണം. ഓക്കെ, ഇപ്പോൾ ഇവരാരെ പറഞ്ഞു കൊടുത്ത് ഇവരാരെ പഠിപ്പിച്ചു കൊടുത്ത് എനിക്കറിയില്ല. ഫുഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആവും എന്നുള്ളത് ഏത് പൊട്ടനാണാവോ? സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഫുഡ് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഹോർമോൺ ഹെൽത്ത് ആയിക്കോട്ടെ, എല്ലാ ഹെൽത്തും, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ടെസ്റ്റോസ്റ്ററോണിനെ കുറിച്ചാണല്ലോ, ആ ഹോർമോൺ ഹെൽത്ത് വളരെ രീതിയിൽ അടിയിലേക്ക് കയറാം. കാരണം ടെസ്റ്റോസ്റ്ററോൺ തന്നെ ഉണ്ടാക്കുന്നത് എവിടുന്ന മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കൊളസ്ട്രോൾ. ഇപ്പോൾ ഈ കൊളസ്ട്രോളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് കഴിക്കണം? ഫാറ്റ് കഴിക്കണം. അപ്പോൾ കുറേ ആൾക്കാർ ലോ ഫാറ്റ് ഡയറ്റ് ആയിട്ട് കയറും ഫോളോ ചെയ്യുന്നുണ്ടാവും. കുറേ പച്ചക്കറി അതും ഇതൊക്കെ കഴിച്ചാണ്ടും എല്ലാം കാര്യങ്ങളൊക്കെ കയറും കൂടുതൽ കഴിക്കണ്ടാവുക. അതന്നെ കഴിക്കണതന്നെ എന്തുണ്ടാവുള്ളൂ? തടി കൂടുമെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിക്കണ്ടാവുള്ളൂ. ഇതൊന്നും ആക്ച്വൽ ഫിറ്റ്നസ് അല്ല. ഇതൊക്കെ ആരാ പഠിപ്പിച്ചെന്നാവും? ശരിക്കും നമ്മളെ ബോഡിക്ക് ആവശ്യമായ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഫീഡ് ചെയ്യണം. ഇതിൻ്റെ ശരിക്കത്തെ കീ എന്ന് പറയുന്നത് ശരിക്കും ഫുഡ് കട്ട് ചെയ്യലല്ല, ശരിയായ ഭക്ഷണം കഴിക്കലാണ്. അത് നമ്മൾ എങ്ങനെ ടെസ്റ്റോസ്റ്ററോൺ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ള സ്ഥലത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ കാലറി റെസ്ട്രിക്റ്റഡ് ആയിട്ടും അതുപോലെ ലോ ഫാറ്റും ആയിട്ടുള്ള ഡയറ്റ് ടെസ്റ്റോസ്റ്ററോൺ കുറക്കുന്നുള്ളതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ബോഡി ബിൽഡേഴ്സിനെ നോക്കിയാൽ മതി. ഇപ്പോൾ ബോഡി ബിൽഡേഴ്സ് സ്റ്റേജിൽ കയറുന്ന ടൈമിൽ ഓല ആ പീക്ക് ടൈം ഉണ്ടല്ലോ, ആ ഒരു കട്ടിങ്ങിൻ്റെ ടൈം ലാസ്റ്റത്തെ കുറച്ച് ഒരു മാസം എങ്ങാണ്ടായിരിക്കും. ഇപ്പോൾ മെൻസ് ഫിസിക് ആണെങ്കിലും ക്ലാസിക് ആണെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് ഒരു സ്റ്റേജ് മേലൊക്കെ കയറുമ്പോൾ ഭയങ്കര ആബ്സും കാര്യങ്ങളും ഇവിടുത്തെ ഷാർക്കിൻ്റെ ഗിൽസും കാര്യങ്ങളും എല്ലാം ചെസ്റ്റിൻ്റെ ഫൈബേഴ്സും മസിൽ ഫൈബേഴ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണുമ്പോൾ മുഖമൊക്കെ പക്ക ജോലൈനൊക്കെ ആയി കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് ഏറ്റവും ഒപ്റ്റിമം ഹെൽത്തി സ്റ്റേറ്റ് എന്നുള്ളത്. അല്ല, ഇത് ഭയങ്കര അൺഹെൽത്തിയാണ്. കാരണം ഞാൻ ബോഡി ബിൽഡേഴ്സിനോട് സംസാരിച്ചിടത്തോളൊക്കെ നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് ആൾക്കാരുണ്ട് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഇവരെ ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ലോയിൽ നിൽക്കുന്ന ടൈമാണ് എന്ത്? ആ ഒരു ബോഡി ബിൽഡിങ്ങിൻ്റെ കുറച്ച് അല്ലെങ്കിൽ ഷോൻ്റെ കുറച്ച് മുമ്പ് ഒരാ കട്ടിങ്ങിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ശരീരത്തിൽ തീരെ കാർബോഹൈഡ്രേറ്റ് കയറില്ല, തീരെ ഫാറ്റ് കയറില്ല, ഫുഡ് തന്നെ ഭയങ്കര രീതിയിൽ കുറവായിരിക്കണം, വെള്ളം തീരെ രീതിയിൽ കയറില്ല. ആ രീതിയിൽ കാലറി റെസ്ട്രിക്റ്റഡ് ആകുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ കുറയാണ്. ആക്ച്വലി നമ്മുടെ ബോഡിക്ക് നമ്മൾ ആവശ്യത്തിന് ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ ടെസ്റ്റോസ്റ്ററോൺ എന്ത് ചെയ്യുള്ളൂ? ഹോർമോൺ ഹെൽത്ത് നല്ല ഒപ്റ്റിമൽ ലെവലിലേക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇനി 5ാമത്തെ കാരണമാണ് ആൽക്കഹോൾ. ഈ ആൽക്കഹോൾ പറയുന്ന സാധനം ഒരുപാട് രീതിയിൽ ടെസ്റ്റോസ്റ്ററോണിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു കാരണമാണ് നമ്മൾ ഐപാഡിൽ ഇങ്ങനെ വരച്ച് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ടെസ്റ്റിക്കിൾസിൻ്റെ ഉള്ളിൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ സെല്ല് എന്ന് പറയുന്ന സാധനമാണ് എന്ത്? ലേഡിഗ് സെൽസ് നമ്മൾ പറഞ്ഞു, LEYDIG, ലേഡിഗ് സെൽസ്. ഈ ലേഡിഗ് സെൽസിനെ ഡയറക്റ്റ്ലി ഡാമേജ് ചെയ്യുന്ന ആളാണ് ആൽക്കഹോൾ. അത് മാത്രമല്ലാതെ ഒരുപാട് വൈയിലൂടെ ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞത് ഒരു കാര്യമാണ് ക്രോണിക് സ്ട്രെസ് എന്നുള്ളത്. ഈ സ്ട്രെസ് ആര് കൂട്ടുന്നുണ്ട്? കോർട്ടിസോൾ ആര് കൂട്ടുന്നുണ്ട്? ആൽക്കഹോൾ കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സ്ലീപ്പിനെ ആരും മെസ്റ്റപ്പ് ആക്കുന്നുണ്ട്? ആൽക്കഹോൾ മെസ്റ്റപ്പ് ആക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് കാരണം എന്താ പറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ കുറയാനുള്ള ക്രോണിക് സ്ലീപ്പ് ഡിപ്രവേഷൻ. ഇനി ഇതും അല്ലാതെ ഒരുപാട് രീതിയിൽ ആൽക്കഹോൾ നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും, പല രീതിയിലും ആൽക്കഹോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ബോഡീനെ ഡാമേജ് ആക്കുന്നുണ്ട്. ഇപ്പോൾ വെറുതെ ആ ഭാഗത്തേക്കൊന്നും പോകണ്ട. ഇനി 6ാമത്താണ് എൻഡോക്രിൻ ഡിസ്റപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ട സംഭവമാണ്. ഇതിലിപ്പോഴും സയൻസ് ഇപ്പോഴും സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനി മലയാളികളുടെ അടുത്തേക്കൊക്കെ ഇപ്പോൾ എത്തണുള്ളൂ ഈ സംഭവങ്ങൾ. എന്നാലും ഞാൻ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ നേരത്തെ ചിത്രം വരച്ചിങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു എൻഡോക്രിൻ ഗ്ലാൻഡുകളെ കുറിച്ച് പറഞ്ഞു. എൻഡോക്രിൻ സിസ്റ്റം അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. എൻഡോക്രിൻ ഗ്ലാൻഡുകൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന ഗ്ലാൻഡുകൾ. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാവും, അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടാവും, പൈനിയൽ ഗ്ലാൻഡ് ഉണ്ടാവും. പിറ്റ്യൂട്ടറിനുള്ളത് ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. പൈനിയൽ ഗ്ലാൻഡ് ഉണ്ടാവും, അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ടാവും. അങ്ങനെ പല രീതിയിൽ പല ഹോർമോൺസും റിലീസ് ചെയ്യുന്ന ഗ്ലാൻഡുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഗ്ലാൻഡുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹോർമോൺസിനെ റിലീസ് ചെയ്യും ബ്ലഡ് സ്ട്രീമിലേക്ക്. ഹോർമോൺസ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ മെസ്സഞ്ചേഴ്സാണ്. നമ്മളെ ബോഡിയിലെ സെൽസിനോ ഓർഗൻസിനൊക്കെ ഇന്ന രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാന്നുള്ള മെസ്സേജ് കൊടുക്കുന്ന, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന മെസ്സഞ്ചേഴ്സാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, നമ്മുടെ ബോഡി അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നു. ഈ ഒരു സൈക്കിളിന് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനാണ് എൻഡോക്രിൻ സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ ഈ എൻഡോക്രിൻ സിസ്റ്റത്തിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എൻഡോക്രിൻ ഡിസ്റപ്റ്റേഴ്സ്. ഓക്കെ, നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ഉള്ള നമ്മളിപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ സിസ്റ്റത്തിനെ ഭയങ്കര രീതിയിൽ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരുപാട് സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്, നമ്മൾ പുറത്തുനിന്ന് മിനറൽ വാട്ടർ ബോട്ടിൽ നിന്നൊക്കെ വെള്ളം കുടിക്കുമല്ലോ. ഓക്കെ, അത് 7up, പെപ്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നത്. അതുപോലെ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നത്, സ്കിൻ കെയർ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്നത്, ഷാംപൂ, കണ്ടീഷണർ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ പോളിയസ്റ്ററിൻ്റെ ക്ലോത്തിങ്, എസ്പെഷ്യലി പോളിയസ്റ്റർ അണ്ടർവെയേഴ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത്
തരും എന്നറിയാം നമ്മുടെ ശരീരത്തിന്? എസ്ട്രജൻ എന്ന് പറഞ്ഞു നമ്മൾ, അതായത് ഫീമെയിൽ ഹോർമോൺ, റൈറ്റ്, ഫീമെയിൽ സെക്സ് ഹോർമോൺ മെയിനായിട്ടുള്ള. അപ്പോൾ ഈ ഒരു ഈസ്ട്രജനെ മിമിക്ക് ചെയ്യുന്ന രീതിയിലുള്ള കെമിക്കൽസ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൽ സെക്സ് ഹോർമോൺസിൻ്റെ ഫാമിലിയാണ് ആൻഡ്രോജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ ഓരോ സെല്ലിൻ്റെ ഉള്ളിലുണ്ടാവും. ടെസ്റ്റോസ്റ്ററോൺ അതിൻ്റെ ഒപ്പം ബൈൻഡ് ആകുമ്പോഴാണ് ആൻഡ്രോജൻ റിസപ്റ്റർ കോംപ്ലക്സ് ആവുക. എന്നിട്ടൊരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ, സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പോയിട്ട് DNA അറ്റാച്ച് ആയിട്ട് എന്താ പറയുക ജീൻസിനെ ഓൺ ഓഫ് ആക്കിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ക്യാരക്ടറിസ്റ്റിക് ചേഞ്ചുകൾ വരുന്നത് നമ്മൾ സംസാരിച്ചല്ലോ. അപ്പോൾ ഈ ആൻഡ്രോജൻ റിസപ്റ്റേഴ്സിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കെമിക്കൽസ്, അല്ലാന്നുണ്ടെങ്കിൽ ഈസ്ട്രോജനെ മിമിക് ചെയ്യുന്ന രീതിയിലുള്ള കെമിക്കൽസ് ഈ പ്രൊഡക്റ്റുകളിൽ നിന്നും ഈ സാധനങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തേക്ക് എൻ്റർ ആവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിലും ഹൈപ്പർ മാർക്കറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിലും അല്ല ഡ്രസ്സ് എടുക്കാൻ പോകുകയാണെങ്കിലും എവിടെ പോയി കഴിഞ്ഞാലും നമുക്കൊരു ചൂടായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്ന റെസിപ്റ്റാണ് നമുക്ക് കിട്ടുക. അത് ശരിക്കും അതിൻ്റെ ഒരു വർക്കിംഗ് അങ്ങനെ നടക്കുക. ആ റെസിപ്റ്റിൽ ഹീറ്റ് ആയിക്കാണ്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിപ്റ്റ് ഹാൻഡിൽ ചെയ്താലും അതിന് എന്തൊക്കെ ഇതേപോലത്തെ കെമിക്കൽസ് വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ഇത് എൻ്റെ ഒരു ഡിഫറെൻറ്റ് കംപ്ലീറ്റ് ഒരു വീഡിയോ ആക്കാനുള്ള സാധനം തന്നെ ഇതിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കെമിക്കൽസ് കാരണം നമ്മുടെ ശരീരത്തിലുള്ള ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ് ഒക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ എസ്ട്രോജനെ കൂടുതൽ മിമിക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു HPG ആക്സിസ് ഉണ്ടല്ലോ, ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗൊനാഡൽ ആക്സിസ്, അതിൻ്റെ ഒരു വർക്കിംഗ്, ടെസ്റ്റോസ്റ്ററോൺ റിലീസ് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് റെഗുലേറ്റ് ചെയ്യുന്നത്, ഈ മൊത്തം സംഭവങ്ങളും അതേപോലെ ടെസ്റ്റോസ്റ്ററോൺ ആൻഡ്രോജൻ റിസപ്റ്റേഴ്സുമായി ബൈൻഡ് ചെയ്താണ്ട് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതും അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ അതിന് കുറച്ച് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ചെയ്യണമൊക്കെ കംപ്ലീറ്റ്ലി ഡിസ്റപ്റ്റ് ആവും. അതുപോലെ തന്നെ കുറച്ച് മുമ്പ് നടന്നൊരു സ്റ്റഡിയാണ് ഈ ഒരു പോളിയസ്റ്ററിൻ്റെ കേസ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. അത് നമ്മളെ സ്ക്രിപ്റ്റിലില്ല, അതിപ്പോൾ മൈൻഡിൽ വന്നതാണ്. കുറച്ച് നായ്ക്കളുടെ മേലിൽ ഒരു സ്റ്റഡി നടത്തിയിരുന്നു. പോളിയസ്റ്റർ അണ്ടർവെയർസ് 100% പോളിയസ്റ്റർ അണ്ടർവെയർസ് ഇട്ട് കൊടുത്താണ്ട് കുറച്ച് ഗ്രൂപ്പുകളായിക്കാണ്ട് തിരിച്ചു. 100% പോളിയസ്റ്റർ ഇട്ട് കൊടുത്താണ്ടും കോട്ടൺ എടുത്താണ്ടും അതുപോലെ 50-50 ആയിട്ട് കോട്ടനും പോളിയസ്റ്ററും മിക്സ് ആയിട്ടുള്ള അങ്ങനെ ഏകദേശം ഒരു 24 മാസത്തോളം ഈ നായ്ക്കളെ ഓരോ ഗ്രൂപ്പിലും ഇതേപോലത്തെ അണ്ടർവെയർസ് ഇട്ടുകൊണ്ട് എന്ത് ചെയ്തു, ഓൽക്കൻ വേണ്ടി ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയാണ് അണ്ടർവെയർസ് ഇട്ടുകൊണ്ട് ഓലൊന്ന് പരീക്ഷിച്ചു. അതിൽ ഈ കംപ്ലീറ്റ് പോളിയസ്റ്റർ യൂസ് ചെയ്തുകൊണ്ടുള്ള അണ്ടർവെയർസ് ഉള്ള നായ്ക്കളെ കംപ്ലീറ്റ്ലി എന്തായി 24 മാസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇൻഫെർട്ടൈലായി. ചില നായ്ക്കൾ എന്താ പറയുക സെമൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ സ്പേം ഇല്ലാതായി, മനസ്സിലായോ? അതുപോലെ ആ ഒരു ലിക്വിഡിൽ സ്പേം ഇല്ലാതായി ചിലത് കംപ്ലീറ്റ്ലി ഇൻഫെർട്ടൈലായി. അപ്പോൾ ഈ ഒരു സംഭവം മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഡേഞ്ചറാണ് ഈ പോളിയസ്റ്ററിൻ്റെ അണ്ടർവെയർസും കാര്യങ്ങളൊക്കെ, അതേപോലെ BPA കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്ന രീതിയിൽ. പല ആൾക്കാരും പറയും ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് നോക്കിയാൽ മതി എന്നൊക്കെ പറയും. എന്ത് തേങ്ങ ആയാലും എന്ത് പ്ലാസ്റ്റിക് ആയാലും അത് പ്ലാസ്റ്റിക്കാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ചൂട് തട്ടിക്കഴിഞ്ഞാൽ അത് ഫുഡ് ഗ്രേഡ് ആയിക്കോട്ടെ, അത് വാപ്പാൻ്റെ ഗ്രേഡ് ആയിക്കോട്ടെ, അതിൽ ചൂട് തട്ടിക്കഴിഞ്ഞാൽ അത് മൈക്രോവേവോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ മിനറൽ ബോട്ടിലൊക്കെ വെയിൽ തട്ടിക്കഴിഞ്ഞാലും ടെമ്പറേച്ചർ തട്ടിക്കഴിഞ്ഞാലൊക്കെ അതിന് സാധനങ്ങൾ വെള്ളത്തിൽ കറങ്ങും. അത് നമ്മൾ കുടിക്കുമ്പോൾ പ്രശ്നമാണ്. ഓരോ എന്താ പറയുക ഇപ്പോൾ സ്റ്റഡീസിൽ വരുന്ന സംഭവമാണ് ആണുങ്ങളുടെ ടെസ്റ്റിക്കിൾസിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അംശം കാണാത്ത ആരുമില്ല. ബ്രെയിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ അംശം കാണാത്ത ആരുമില്ല. അങ്ങനെ എത്തിക്കണം ഇപ്പോൾ നമ്മളെ കണ്ടീഷന്. പിന്നെ ഇങ്ങനെ ടെസ്റ്റോസ്റ്ററോണും കാര്യങ്ങളൊക്കെ കുറേ നിൽക്കുക, ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളെ പോലെ ആവാതിക്കാം. ഇത് ഭയങ്കര രീതിയിൽ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ്. അപ്പോൾ മാക്സിമം കുറക്കുക. അത് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നിടത്ത് ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്തൊക്കെ ചെയ്യുക എന്നുള്ളത്. ഇനി അടുത്തതാണ് 7ാമത്തത് പോണോഗ്രഫി. ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ അങ്ങനെ ഒരു ഡയറക്റ്റ് എവിഡൻസ് ഒന്നുമില്ല പോണ് ടെസ്റ്റോസ്റ്ററോൺ കുറക്കുന്നുള്ളത്. നിങ്ങൾ പോണ് കൺസ്യൂം ചെയ്തു ടെസ്റ്റോസ്റ്ററോൺ കുറയുന്ന പറഞ്ഞാൽ എവിഡൻസ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തപ്പോൾ നമ്മൾ വിൻ ചെയ്യുമ്പോൾ, നമ്മൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ നമ്മൾ എന്തായിക്കോട്ടെ ഫിസിക്കൽ ആയിക്കോട്ടെ ഗെയിം ആയിക്കോട്ടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ജയിക്കുമ്പോൾ സൈക്കോളജിക്കലിയാണ് സംഭവങ്ങൾ നടക്കണമെങ്കിൽ പോലും അവിടെ ഒരു ടെമ്പററി ടെസ്റ്റോസ്റ്ററോൺ സ്പൈക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ടെസ്റ്റോസ്റ്ററോൺ ഒരു സൂപ്പർ ഹ്യൂമൻ ഹോർമോണാണ്, അല്ലെങ്കിൽ ഒരു വിന്നേഴ്സ് ഹോർമോണാണെന്നുള്ളത്. നമ്മൾ വിജയിക്കുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ കൂടും. ഇപ്പോൾ ഈ ബോക്സിങ് അല്ലാന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള അങ്ങനത്തെ ഡേഞ്ചർ സ്പോർട്ടുകളിലൊക്കെ ആൾക്കാർ മത്സരിക്കുന്നത് മെയിനായിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. അതിൽ പല ആൾക്കാരും പറയുന്ന സംഭവമാണ് ആ ഒരു ഫൈറ്റ് ജയിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുന്നവർക്ക് അറിയാം, നമ്മളൊരു ടീമിനെ തോൽപ്പിക്കുമ്പോൾ ആ മൊത്തം ടീമിന് വരുന്ന ഒരു എനർജി ഉണ്ട്. തോൽപ്പിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഏറുമ്പോൾ ആ ഒരു എനർജി. അപ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ സ്പൈക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട് ടെമ്പററി ആയിട്ട്. അപ്പോൾ നമ്മൾ വിൻ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ലൂസറായി കാണുമ്പോൾ അത് സൈക്കോളജിക്കലി ആണെന്നുണ്ടെങ്കിലും ലൂസറായി കാണുന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ അവിടെ ഒരു ഡ്രോപ്പ് വരുന്നുണ്ട്. അപ്പോൾ പോണ്ട മെയിൻ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ്ലി എഫക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഓവറായിട്ട് കമ്പൾസീവ് ആയിക്കാണ്ട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഓൾക്ക് ലൈഫിൽ വേറെ ഒന്നും നടക്കണില്ല, ഓല് ഇതിൽ കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മെസ്സേജ് കിട്ടലുണ്ട്. അപ്പോൾ അതുപോലെ വേറെ ഒരു കാര്യങ്ങളും ചെയ്യാനുള്ള മോട്ടിവേഷൻ ഇല്ലാതെ നിൽക്കുക, ഡ്രൈവ് ഇല്ലാതെ നിൽക്കുക, അതുപോലെ പോണല്ലാതെ വേറെ ഒരു സാധനം എക്സൈറ്റിംഗ് ആയി തോന്നുന്നില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ എന്തായിരിക്കും
പിന്നെ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കില്ല, നമുക്ക് മോട്ടിവേഷൻ കുറവായിക്കാരം, നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യൂല, നമ്മൾ കോമ്പീറ്റ് ചെയ്യില്ല, നമ്മൾ ഒരു ഒതുങ്ങി കൂടി വരും, സോഷ്യൽ ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കണ്ട്. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെന്തായി കാണും, ഒരു ക്യാപ്പബിൾ അല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു ലൂസർ എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലും കാണും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ടെസ്റ്റോസ്റ്ററോൺ ഡ്രോപ്പ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അങ്ങനെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷേ ആ മനസ്സിലാക്കിയൊരു സംഭവമാണത്. ഇനിയാണ് എല്ലാവരും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ഭാഗം, ഹൗ ടു ഒപ്റ്റിമൈസ് യുവർ ടെസ്റ്റോസ്റ്ററോൺ. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ആകെ ഒരു ഒറ്റ അഡ്വൈസ് തരാൻ പറ്റുള്ളൂ, ഒരു ഒറ്റ സെൻറ്റൻസിൽ ആ അഡ്വൈസ് നിർത്തണം, എങ്ങനെ ടെസ്റ്റോസ്റ്ററോൺ ഒപ്റ്റിമൈസ് ചെയ്യാം എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ലിവ് ലൈക്ക് എ ഫക്കിൻ ഹ്യൂമൻ ബീയിങ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഒരു മനുഷ്യനെ പോലെ ജീവിക്കാം. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ അധികം ആൾക്കാർക്കും അറിയില്ല ശരിക്കും ഒരു മനുഷ്യനെ എങ്ങനെ ജീവിക്കേണ്ടതെന്നുള്ളത്. ഇനി അറിഞ്ഞാലും അങ്ങനെ ജീവിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഞാൻ ഇനിയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് തരാം, എങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ നോർമൽ ലൈഫിൽ നിന്ന് തന്നെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ തന്നെ ടെസ്റ്റോസ്റ്ററോൺ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സത്യമായിട്ട് ഹോണസ്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽത്ത് ആയിക്കോട്ടെ, മെൻ്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, വെൽനെസ് ആയിക്കോട്ടെ, അതുപോലെ ടെസ്റ്റോസ്റ്ററോൺ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പല സാധനങ്ങളും അതിൻ്റെ ഒരു 90% ഒപ്റ്റിമൈസേഷനും വരുന്നത് ശരിക്കും എവിടുന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈലിലേക്കാണ്. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം റെഡി ആക്കുമ്പോൾ തന്നെ ഈ ഓരോ എലിമെൻസുകളും ഒരു എന്താ പറയുക, യു വിൽ സേ ഫാൾ ഇൻ പ്ലേസ് എന്ന് പറയുമല്ലോ, റെഡി ആവാൻ തുടങ്ങും. സോ ലെറ്റ്സ് ഗോ ടു ദ സ്റ്റെപ്സ് ടു ഒപ്റ്റിമൈസ് യുവർ ടെസ്റ്റോസ്റ്ററോൺ. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രയോറിറ്റൈസ് ഹൈ ക്വാളിറ്റി സ്ലീപ്പ് 7 to 9 hours എ നൈറ്റ്. നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ കുറക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ സംഭവമാണ് ക്രോണിക് സ്ലീപ്പ് ഡിപ്രിവേഷൻ, റൈറ്റ്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ ഉള്ളത്, ഹൈ ക്വാളിറ്റി സ്ലീപ്പിന് പ്രാധാന്യം കൊടുക്കുക. കാരണം നമ്മളെ ഡെയിലി ടെസ്റ്റോസ്റ്ററോൺ, ഡെയിലി നമ്മളെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്ററോണിൻ്റെ മേജർ ഭാഗവും എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ ഉറങ്ങുന്ന ടൈമിലാണ്. സോ നല്ലൊരു കറക്റ്റായിട്ടുള്ള ക്വാളിറ്റി ഉള്ള അതേപോലെ റെഗുലർ ആയിട്ടുള്ള സ്ലീപ്പ് ഷെഡ്യൂൾ ഇല്ലയെന്നുണ്ടെങ്കിൽ മെസ്ഡപ്പ് ആയിട്ടുള്ള ഷെഡ്യൂളാണ്. ഇനി ഈവൻ ഷെഡ്യൂൾ നേരെയാണെങ്കിൽ പോലും ആ സ്ലീപ്പിന് ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷനെ നല്ല രീതിയിൽ ബാധിക്കും. ഓക്കെ, സ്ലീപ്പിനെ കുറിച്ച് ഓൾറെഡി നല്ല അടിപൊളിയായി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഓക്കെ, നമ്മുടെ ചാനലിലുണ്ട്. സോ സ്ലീപ്പിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ QQRT ആണ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, റെഗുലാരിറ്റി, ടൈമിങ്. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് ഭയങ്കര വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മാത്യു വാൾക്കറിൻ്റെ വൈ വി സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, അത് വായിച്ചാൽ മതി. ഓക്കെ, അതിൽ എല്ലാ സംഭവങ്ങളും ബേസിക് ABCD ഫുൾ കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം നമ്മൾ സ്കൂളിലോ കോളേജിലോ ഒന്നും അങ്ങനെ പഠിക്കുന്ന സംഭവമല്ല, അൺലെസ് ഇതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കൂല എന്താണ് സ്ലീപ്പ്, എങ്ങനെയാണ് അതിൻ്റെ ബയോളജിയും കാര്യങ്ങളൊക്കെ, എങ്ങനെ നല്ല പ്രാക്ടിക്കലായിട്ട് ആക്ഷണബിൾ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത്, നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അടിപൊളി പ്രൊഡക്ടിവിറ്റിക്ക് ആയിക്കോട്ടെ, ഹെൽത്തിനായിക്കോട്ടെ, എല്ലാ സംഭവത്തിനും ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു സാധനമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന ഒരു സംഭവമാണ് സ്ലീപ്പ്. എല്ലാവരും വിചാരം എന്തോ മദർ നേച്ചർ നമുക്ക് സമയം വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ണടച്ച് കിടക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും കാലം ഇവല്യൂഷൻ കഴിഞ്ഞിട്ടും ആ ഒരു സംഭവം മാത്രം എന്താ ഉപകാരം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നിന്ന് എടുത്ത് പോയിട്ടുണ്ടാവില്ലേ, നമ്മൾ ഇവോൾവ് ആയിട്ടുണ്ടാവില്ലേ, ആ സംഭവം നമ്മളെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ടാവില്ലേ. എന്തുകൊണ്ടാണ് അതിന് ഇപ്പോഴും അത്രയും പ്രാധാന്യം? എന്തുകൊണ്ടാണ് നമ്മളെ ജീവിതത്തിൽ നിന്ന് പോകാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ അതിന് അഡാപ്റ്റ് ആവാത്തത്? കാരണം സ്ലീപ്പ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്ലീപ്പ് ടെസ്റ്റോസ്റ്ററോൺ മാത്രമല്ല എല്ലാ ഏരിയാസിലും ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഇതിനെക്കുറിച്ചായതുകൊണ്ട് തന്നെ നമ്മൾ ടോട്ടൽ ഡെയിലി ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഒരു മേജർ പോർഷൻ നമ്മൾ ഉറങ്ങുമ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട്, QQRT ഫോക്കസ് ചെയ്യുക, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, റെഗുലാരിറ്റി, ടൈമിങ്. ക്വാണ്ടിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട എത്ര മണിക്കൂറാണെന്നുള്ളത് അത് ഓരോരുത്തരും ഉറങ്ങുന്നതിനനുസരിച്ച് അവർക്ക് മനസ്സിലാവുകയാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് 6 മതിയാവും, ചില ആൾക്കാർക്ക് 5 മതിയാവും, എനിക്കറിയില്ല, 7, 8, 9 പല രീതിയിലേക്കാണ് ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ഷൻ വരിക. ശരിക്കും ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് ക്വാണ്ടിറ്റിയാണ്, അതൊരു 7 to 9 hours നമുക്ക് ആവറേജ് പറയാം. ക്വാളിറ്റി സ്ലീപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം ഒരു നൈറ്റ് റൂട്ടീനൊക്കെ വെച്ച് നമ്മൾ ചിലപ്പോൾ ബ്ലൂ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും, ഉറങ്ങണതിന് കുറച്ച് മുമ്പായിട്ട് സ്റ്റിമുലേഷനും കാര്യങ്ങളും ഒഴിവാക്കേണ്ടി വരും, ഡിന്നർ കുറച്ച് നേരത്തെ കഴിക്കേണ്ടി വരും, രാത്രി പുറത്ത് ഇറങ്ങൽ കുറക്കേണ്ടി വരും, വണ്ടീൻ്റെ ലൈറ്റ് പുറത്തുനിന്നുള്ള ഭയങ്കര കുത്തന ലൈറ്റ്, ആർട്ടിഫിഷ്യൽ ലൈറ്റായിട്ട് പറയുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ണിൽ ആയി കഴിഞ്ഞാൽ മെലാറ്റോണിൻ പ്രൊഡക്ഷൻ അത് ബാധിക്കാം. അപ്പോൾ നമ്മൾ ഉറക്കം കുറച്ച് ലേറ്റായിട്ട് വരാം. അതുപോലെ തന്നെ കോഫി, ടീ ഇങ്ങനത്തെ സംഭവങ്ങൾ ലേറ്റായിട്ട് കുടിച്ചാൽ അത് നമ്മൾ ഉറക്കത്തിനെ ബാധിക്കാം. വർക്കൗട്ട് ലേറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഉറക്കത്തിനെ ബാധിക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, സ്ലീപ്പ് ആപ്നിയ, ശ്വാസം മുട്ടൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതും സ്ലീപ്പിനെ ബാധിക്കാം. അപ്പോൾ ഇങ്ങനത്തെ നെഗറ്റീവ് സാധനങ്ങളൊക്കെ ഒഴിവാക്കുമ്പോഴാണ് നമുക്ക് ക്വാളിറ്റി ഉള്ളൊരു സ്ലീപ്പ് കിട്ടുക. ഈ ക്വാളിറ്റി ഉള്ള സ്ലീപ്പും അതുപോലെ നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റിയും ഉള്ള സാധനം റെഗുലറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ രാത്രി 9 മണിക്ക് ഉറങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 മണിക്ക് ഉറങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ ആൾമോസ്റ്റ് എല്ലാ ദിവസവും 10 മണി, ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ ഒന്ന് 10:15, ഇങ്ങോട്ട് പോകണമെങ്കിൽ ഒന്ന് 9:15, ആ രീതിയിൽ വല്ലാതെ അങ്ങോട്ട് മാറാതെ ഈ മാക്സിമം പോയ ഒരു 10:30 ആ രീതിയിലൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഏകദേശം ഒരു 80% ഓഫ് ദ ടൈം അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ആയി, ക്വാളിറ്റി ആയി, റെഗുലാരിറ്റി ആയി. ഈ ടൈമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും എന്താ വെച്ചാൽ എനിക്ക് വലിയൊരു ഓർമ്മയില്ല. എൻ്റെ ഓർമ്മ പ്രകാരമാണെന്നുണ്ടെങ്കിൽ അത്
നമ്മൾ മോർണിംഗ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ടൈം ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ഓൾ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ടൈമിംഗ് സെലക്ട് ചെയ്യാമെന്നാണ് എൻ്റെ ഓർമ്മയിൽ ഉള്ളത്. കാരണം ഇത് ഞാൻ ഈ പോയിന്റ് ഇതിൽ നോട്ട് ചെയ്തിട്ടില്ല, അതിപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാണ്, ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചല്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാവും എന്ത്, ഏർലി ഉറങ്ങിയിട്ട് ഏർലി ആയിട്ട് എണീക്കണം, ആ ഒരു രീതിയിലേക്ക് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ. അപ്പോൾ അവിടെ വെച്ചാണ്ട് ഒരു 7 to 9 hours അങ്ങനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു 8 hour ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 9 മണിക്ക് ഉറങ്ങിയിട്ട് ഒരു 5 മണിക്ക് എണീക്കുക, അങ്ങനെ കയറും. അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു 12 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ ഒരു 9 മണിക്ക് എണീക്കുക അങ്ങനെ കയറും. അപ്പോൾ നമ്മളെ ബയോളജിക്ക് അനുസരിച്ച് നമ്മൾ നൈറ്റ് ഓൾ ആണോ മോർണിംഗ് പേഴ്സൺ ആണോ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ആ ഹവേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, റെഗുലാരിറ്റി, ടൈമിങ്, ഈ 4 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്ലീപ്പ് കിട്ടും. നല്ല സ്ലീപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഹെൽത്തിൻ്റെ ഏറ്റവും നമ്പർ 1. ഓക്കെ, വർക്കൗട്ടും ഫുഡൊക്കെ ഉണ്ട്, അതൊക്കെ എന്നിട്ടാണ് വരുന്നത്. ഹെൽത്തിൻ്റെ നമ്പർ 1 ആളാരാണ്? സ്ലീപ്പാണ്. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് റെഡ്യൂസ് ക്രോണിക് സ്ട്രെസ് ആൻഡ് മാനേജ് കോർട്ടിസോൾ. ഇനി അടുത്ത നമ്മളെ മോഡേൺ ലൈഫിലുള്ള ഒരു മെയിൻ പ്രശ്നമാണ് ഈ ഒരു ക്രോണിക് സ്ട്രെസ് എന്നുള്ളത്. ഇപ്പം നേരത്തെ എന്താണ് ടെസ്റ്റോസ്റ്ററോൺ കുറക്കാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞ സംഭവമാണ് ക്രോണിക് സ്ട്രെസ് എന്നുള്ളത്. അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്താണ് അക്യൂട്ട് സ്ട്രെസ്, ക്രോണിക് സ്ട്രെസ് എന്താണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഈ ക്രോണിക് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ ഈസ് കംപ്ലീറ്റ് നോ ഫോർ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഓക്കെ, പ്രഷർ വേണ്ടാന്നോ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടാന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയണത്. പക്ഷേ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പഠിക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കാൻ നോക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. നമ്മളത് പ്രൊഡക്ടിവിറ്റിനെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വർക്കിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലിവ് എ ലോ കോർട്ടിസോൾ ലൈഫ്. ഓക്കെ, നിങ്ങളെ വർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു ദിവസം ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ കംപ്ലീറ്റ്ലി സ്ട്രെസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞുതരാം. ഇടയ്ക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ചായ അടിച്ചാനൊക്കെ ഇറങ്ങുക. ഓക്കെ, ഇടയ്ക്കൊക്കെ ആരണോരപ്പോ അല്ലെങ്കിൽ വീട്ടുകാരപ്പോ ചായ അടിച്ചാൻ ഇറങ്ങുക. നല്ല ഒരുപാട് സ്പോട്ടുകൾ ഉണ്ടാവില്ല, അവിടെയൊക്കെ പോയി പല ഏരിയയിലും പോയി എന്ത് ചെയ്യുക, പല ചായകളും ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത് പറയാനുള്ളതാണ് ചെങ്ങന്മാരൊക്കെ എടുത്ത് ഇടയ്ക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക, വർത്താനം പറഞ്ഞിരിക്കുക. ഇടയ്ക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആക്കണം എന്നല്ല പറയണത്, പക്ഷേ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക, വർത്താനം പറയുക. നമ്മൾ സോഷ്യൽ ക്രീച്ചേഴ്സാണ്, ആൾക്കാരൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാതെ എപ്പോഴും ഇങ്ങനെ ഒതുങ്ങി കൂടിയ ജീവിതമാണെന്നുണ്ടെങ്കിൽ ഫ്രം എക്സ്പീരിയൻസ് ഐ എം സെയിങ് ഇറ്റ് വിൽ ബി പ്രെറ്റി ബാഡ്. ഇനി അടുത്ത എന്താ വെച്ചാൽ ഇടയ്ക്കൊരു ട്രിപ്പൊക്കെ പോവാം, പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഹില്ലി ഏരിയാസിലൊക്കെ. അപ്പോൾ നമ്മൾ ബോഡി ആകുമ്പോൾ മൊത്തത്തിൽ എന്താവും, മൈൻഡൊക്കെ ഒന്ന് ഫുള്ളി റിഫ്രഷ്ഡ് ആവും, നമ്മളൊരു പുതിയ ആളായ മാതിരി തോന്നും അങ്ങനെ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ. ഓക്കെ, ഇനി അടുത്ത എന്താ വെച്ചാൽ ഇഷ്ടപ്പെട്ട ഫുഡുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞു, വിശാമ് പറഞ്ഞു കംപ്ലീറ്റ് മൊങ്ക് മോഡ് പോകണം അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര ഡയറ്റ് ഫോളോ ചെയ്യണം, ആ ഒരാളല്ല ഞാനും. അപ്പോൾ ട്രിപ്പ് പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പരിപാടി ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ അങ്ങനെയൊക്കെ ആയിട്ട് ഞാനും ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കലുണ്ട്, ഇഷ്ടമുള്ള കഴിക്കലുണ്ട്. ഓക്കെ, ബിരിയാണി ആയിക്കോട്ടെ അങ്ങനത്തെയൊക്കെ. സീഡ് ഓയിലിൽ പൊരിച്ച സാധനങ്ങളും ബ്രോസ്റ്റും ഐസ്ക്രീമും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ കുറവാണ്, എനിക്ക് വലിയ ഇഷ്ടമില്ല. ഓക്കെ, പക്ഷെ എന്നാലും ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ആ ഒരു 80-20 പോലെയൊക്കെ കഴിക്കലുണ്ട്. 80% നല്ല ഫുഡും ഒരു 20% എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡും. ഓക്കെ, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ടേക്കിംഗ് എവറിത്തിങ് സോ സീരിയസ്ലി. ഓക്കെ, നമ്മുടെ ലൈഫിൽ നമ്മൾ ലോക്ക് ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് വലിയ നിലയിലെത്തണം എന്നുണ്ടെങ്കിലോ ഒക്കെ നമ്മളെപ്പോഴും സീരിയസ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, എനിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ചിന്തയാണ് അത്, ഭയങ്കര സീരിയസ് ആവണം എപ്പോഴും എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, പക്ഷേ അതായത് നമ്മൾ എപ്പോഴും ചിരിച്ചാതെ വിറ്റൊന്നും പറയാതെ സീരിയസ് ആയിട്ടുള്ള ഒരാളാവണം എന്നുള്ള ഒരു നിർബന്ധമില്ല. യു ക്യാൻ ലോക്ക് ഇൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ബി ഫണ്ണി ആൻഡ് എൻജോയ് ലൈഫ് ടു. ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് ഈറ്റ് ഇനഫ് കാലറീസ് വിത്ത് എ ഹൈ പ്രോട്ടീൻ ആൻഡ് ഹൈ ഫാറ്റ് ഡയറ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നിങ്ങളെ ഫ്രണ്ട് നിങ്ങളോട് പറയണെന്ത്, ഫാറ്റ് കഴിച്ചാൽ നിങ്ങളും ഫാറ്റ് ആവും. ഇപ്പോൾ ബീഫിൻ്റെ ഒക്കെ നെയ്യ് അല്ലെങ്കിൽ കൊഴുപ്പൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്താവും, നിങ്ങൾ ഫാറ്റ് ആവും അല്ലെങ്കിൽ നമ്മൾ ഫാറ്റ് ആവും. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഫുഡ് കട്ട് ചെയ്താണ് കുറച്ചാണ് കാലറി ഡെഫിസിറ്റിൽ നിൽക്കുക നിങ്ങൾ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് ലീഫി ഗ്രീൻസ് എല്ലാം പച്ചക്കറിയൊക്കെയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൻ്റെ തലക്കൊന്ന് കൊടുക്കും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട്. സോ ഇത്രയുള്ളൂ സംഭവം, റൂൾ ഇത്രയുള്ളൂ. നമ്മളെ വിശപ്പ് അടങ്ങണ വരെ നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ കഴിക്കുന്നത് ശരിയായ ഫുഡാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡിക്ക് ആവശ്യമായ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ബോഡീനെ പറയുന്നത് മതി. പക്ഷെ അത് ശരിയായ ഫുഡായിരിക്കണം. സാൾട്ട്, ഷുഗർ, ഫാറ്റ് ഈ മൂന്നെണ്ണത്തിൻ്റെയും കോമ്പിനേഷനിൽ എൻജിനീയർ ചെയ്തുണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ പ്രോസസ്ഡ് സാധനങ്ങൾ എത്ര കിട്ടിയാലും നമ്മളെ ബോഡിക്ക് അറിയില്ല, മതി എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് പോയി കണ്ട് പല സാധനങ്ങളും ഭയങ്കര രീതിയിലുള്ള ഷുഗറി ആയിട്ടുള്ള സാധനങ്ങളായിക്കോട്ടെ, പ്രോസസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിക്കോട്ടെ, ഫ്രഞ്ച് ഫ്രൈസ് ആയിക്കോട്ടെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ലോഡഡ് ഫ്രൈസ്, അങ്ങനെ പല സാധനങ്ങളും എത്ര കഴിച്ചാലും ചിലപ്പോൾ നമുക്ക് വിശപ്പടങ്ങൂല. ഓക്കെ, ബേക്കറി ഐറ്റംസ് എനിക്ക് അതിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഞാൻ ആ വഴി കൂടെ, അതുകൊണ്ട് എനിക്ക് വല്ല അറിയില്ല. അങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് കഴിച്ചാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിശപ്പ് പെട്ടെന്ന് അടങ്ങൂല, കുറേ കഴിക്കാൻ തോന്നും. അത് ബോഡിക്ക് മനസ്സിലാവാത്ത കാരണം എന്താ വെച്ചാൽ ഈ സാൾട്ട്, ഷുഗർ, ഫാറ്റ് എന്നൊക്കെ പറയുന്ന കോമ്പിനേഷൻ പണ്ട് കാലങ്ങളിൽ നമ്മൾ സർവൈവൽ
ഭയങ്കര എസെൻഷ്യലായിരുന്ന കാലഘട്ടങ്ങളിൽ ഭയങ്കര റയറായിട്ട് കിട്ടുള്ളായിരുന്നു. നമ്മളിപ്പോഴത്തെ പോലെ മെഷീനും ഇതും പ്രൊഡക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടൈമിൽ, കാട്ടിലൊക്കെ ജീവിക്കുന്ന ടൈമിൽ സാൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സാൾട്ട് ഇവിടുന്ന് കിട്ടുക. അന്നാരാ കടലൊക്കെ പറ്റിച്ചാണ് അതിന് ഉപ്പൊക്കെ എടുത്തിരുന്നത്. അതുപോലെ ഫാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആനിമൽസിനൊക്കെ കില്ല് ചെയ്യണം. ഓക്കെ, അതും ഭയങ്കര റയറാണ്. അതുപോലെ ഷുഗർ ആണെന്നുണ്ടെങ്കിലും ഹണി, ഫ്രൂട്ട്സ് ഇതിലൊക്കെ ഉണ്ടാവുള്ളൂ. അതും വളരെ കുറച്ച് അളവിൽ കിട്ടുള്ളൂ. ഇപ്പോഴത്തെ പോലെ പഞ്ചസാര അമ്മാരി കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഒന്നും നടക്കണില്ലല്ലോ. അപ്പോൾ ഈ 3 സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എപ്പോഴും എന്താ പറയുക, ഇഞ്ഞും വേണം അങ്ങനെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുക ചെയ്യുക. സോ ആ ഒരു കോമ്പിനേഷനിൽ എഞ്ചിനീയർ ചെയ്ത് കിടക്കുന്ന അടിപൊളി ഫുഡുകളൊക്കെ, അടിപൊളി മീൻസ് ഓലെ സംബന്ധിച്ചിട്ടോ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അഡിക്റ്റീവ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മുടെ ബോഡിക്ക് കഴിച്ചാലും അതേപോലെ നമ്മൾ പെട്ടെന്ന് ഫാറ്റാവും. അതേപോലെ അതിന് ഭയങ്കര രീതിയിൽ കാലറിയും കൂടുതലായിരിക്കും. പക്ഷേ പ്രോട്ടീൻ ഫസ്റ്റ് ആയിട്ടുള്ള ഗുഡ് ഫാറ്റ്സുകൾ അടങ്ങിയിട്ടുള്ള നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്ന സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് കൂടുതൽ ഫുഡുകളും, അതായത് എഗ്ഗ്, ബീഫ്, ഫിഷ്, ചിക്കന് അല്ലെങ്കിൽ വേറെ ഐറ്റംസ്, മീറ്റ് ഐറ്റംസ് ഒക്കെ നമ്മൾ ബട്ടറിലോ ഗീയിലോ കോക്കനട്ട് ഓയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതേപോലത്തെ കറിയും കാര്യങ്ങളും അതേപോലെ ഗ്രില്ല് ചെയ്തും ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ പ്രോട്ടീൻ ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ കൂട്ടത്തിൽ കാർബ് കഴിച്ചാലും എന്താ പറയുക, വലിയ കുഴപ്പമില്ലാത്ത കാർബുകൾ, ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചാലും നമ്മളെ ശരീരം എന്ത് ചെയ്യും, മതിയാകുമ്പോൾ മതി എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് കാലറി നോക്കേണ്ട ആവശ്യമോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞാൻ കാലറി ട്രാക്ക് ചെയ്യലില്ല. ഓക്കെ, ഞാൻ അത്യാവശ്യം മൂവ് ചെയ്യലുണ്ട്. എൻ്റെ ശരീരത്തിന് എത്ര മൂവ് ചെയ്യണം എന്നുള്ള ആ ഒരു ഐഡിയ എനിക്കുണ്ട്. അതുപോലെ ഞാൻ അത്യാവശ്യം ഫുഡ് കഴിക്കലുണ്ട്. ഇത് വെച്ചാണ് ഞാൻ ഫാറ്റ് ആവലുമില്ല, ഞാൻ മസിൽ ബിൽഡ് ചെയ്യലുണ്ട്, ഞാൻ കാലറി നോക്കലുമില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാലറി ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ അത്യാവശ്യം മൂവ് ചെയ്യണം. ഒരു ദിവസം അങ്ങനെ നമ്മൾ മൂവ്മെൻറ്റ് വേണ്ടി ഉണ്ടാക്കിയ ആളാണ്, അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രോട്ടീൻ ഫസ്റ്റ് ആയിട്ടുള്ള മീലുകൾ കഴിക്കുക. പിന്നെ സംബന്ധിച്ച് ഞാൻ ഡെയിലി ഏകദേശം ഒരു 10 മുട്ടൊക്കെ കഴിക്കും. ചിലപ്പോൾ 8, ചിലപ്പോൾ ഒരു 10, ആ രീതിയിലൊക്കെ കഴിക്കും. അതിൻ്റെ കൂടെ ഞാൻ കാർബും കഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വീട്ടിൽ മീനോ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. ഇതിനാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാർബും കഴിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഫാറ്റ് ആവണില്ല. അതേപോലെ തന്നെ എനിക്ക് മസിൽ ബിൽഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി 4-മത്താണ് കട്ട് ആൽക്കഹോൾ ആൻഡ് പോൺ ഔട്ട്. നമ്മൾ ഇതിൽ പറഞ്ഞു, ടെസ്റ്റോസ്റ്ററോൺ കുറക്കുന്ന സ്ഥലത്ത് പറഞ്ഞു ആൽക്കഹോളും പോണും ഒരു നെഗറ്റീവ് സാധനമായിട്ടാണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് വല്ല എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആൽക്കഹോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു രീതിയിലല്ല ഒരുപാട് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ടെസ്റ്റോസ്റ്ററോണിനെ. ലേഡിംഗ് സെൽസിനെ നശിപ്പിച്ചാണ്ടും അതുപോലെ സ്ലീപ്പിനെ ഡിസ്റപ്റ്റ് ആക്കിയാണ്ടും കോർട്ടിസോൾ കൂട്ടിക്കാണ്ടും ബാക്കി അവയവങ്ങൾക്ക് ഡാമേജ് വരുത്തിയാണ്ടും എല്ലാ രീതിയിലും അതിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. ആകെ ടെമ്പററി റിലീഫ്, നമ്മളിപ്പോൾ കറൻ്റ് പോകുന്ന പ്രോബ്ലംസിൽ നിന്ന് ഒരു ടെമ്പററി അതിനെ ഒഴിവാക്കി തരുന്നില്ല, നെഗറ്റീവ്ലി നമ്പർ ചെയ്താണ്ട് നമ്മളൊരു വേറെ സ്റ്റേറ്റിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ടെമ്പറേറ്റ് ചെയ്യുക എന്നുള്ള ജോലി അല്ലാതെ വേറെ ഒരു നല്ല സംഭവം ചെയ്യണില്ല. ഓക്കെ, അത് മതി അഡിക്റ്റ് ആവാൻ. പെയിൻ റിമൂവ് ചെയ്യുന്നുണ്ട്, പ്ലഷർ തരുന്നുണ്ട്. ദാറ്റ്സ് എ ബേസിക് ഇക്വേഷൻ ഫോർ എനി അഡിക്ഷൻ. അപ്പോൾ ആ ഒരു സംഭവം അതുപോലെ പോണും ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്യുക. പോണിൻ്റെ കേസാണെങ്കിൽ നമ്മൾ പറഞ്ഞത് എന്ത്, അതിന് ഡയറക്റ്റ് ഇല്ലെങ്കിലും ഡയറക്റ്റ് റിലേഷൻ ഇല്ലെങ്കിലും അവിടെ ഒരു കോറിലേഷൻ ഉണ്ട് സംഭവങ്ങൾ. അപ്പോൾ ഈ 2 സംഭവങ്ങൾ, സ്ലീപ്പും സ്ട്രെസ്സും ഫുഡും സാധനങ്ങളൊക്കെ ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ ഇത് രണ്ടും, ആൽക്കഹോൾ വിസിബിളാണ്, പോണ് സംഭവമൊക്കെ ഇൻവിസിബിൾ ആയിക്കാണ്ട് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ കുറക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത് കട്ട് ചെയ്യാം. ഇനി 5-മത്താണ് ഗെറ്റ് സൺലൈറ്റ് എവറി ഡേ. ഞാൻ ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ കുടുംബത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലായിക്കോട്ടെ കുറേ ആൾക്കാർ പറയണത്, പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളാണ്, ഈ വെയിലത്തേക്കാണ് ഇറങ്ങിയത് തന്നെ, വെയിലത്ത് കറങ്ങില്ല പറയാണ്ട് പറയും. ഇപ്പം ഉമ്മാരൊക്കെ കുറച്ച് രാവിലെ ആണെങ്കിൽ തന്നെ വെയിലത്ത് കറങ്ങില്ല എന്നുള്ള രീതിയിൽ പറയും. എനിക്കറിയില്ല. എന്നിട്ട് ഇതേപോലെ കുറേ എണ്ണങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ സൺസ്ക്രീൻ ഇട്ട് ഇറങ്ങും. ആൺകുട്ടികളും വലിയ മോശമൊന്നുമില്ല, അപ്പോൾ സൺസ്ക്രീൻ ഇട്ട് ഇറങ്ങും. ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആനിമൽ കിങ്ഡം ഒന്ന് നോക്കി നോക്കി. നിങ്ങൾ വീട്ടിൽ പൂച്ചയോ നായ്ക്കളോ അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ മൃഗങ്ങളോ മുയലോ അല്ലെങ്കിൽ കോഴിയോ താറാവോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവരെ, അല്ലെങ്കിൽ ചെടികളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇവരൊക്കെ അഡോർ ചെയ്യുന്ന ഒരു സംഭവമാണ് സൺലൈറ്റ് എന്നുള്ളത്. സൺലൈറ്റ് ശരിക്കും ഒരു മോശമായിട്ടുള്ള സംഭവമല്ല, നമുക്ക് വേണ്ട ഒരു സംഭവമാണ്. ഈ പെയിലേക്കാണ്ട് വെയിലും കിട്ടാതെ ഒരുമാതിരി എന്താ പറയുക നരച്ചാണ് നടക്കുന്ന ആൾക്കാരെ കണ്ടാൽ തന്നെ ഒരു ആരോഗ്യമില്ലാത്ത ചേലാണ്. അതല്ലാതെ കറക്റ്റ് വെയിൽ കൊള്ളുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ കണ്ട ഒരു ആരോഗ്യമുള്ള ചേലുമായിരിക്കും. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്നാൽ അതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും 1 മണിക്ക് നേരെ പോയി കാണ്ട് വെയിലത്ത് ഫ്രൈ ചെയ്യിക്കാണ്ട് ഇഷാമ് പറഞ്ഞിട്ട് വെയിലുള്ളാൻ വെയിൽ നല്ല ഫ്രൈ ചെയ്യിക്കാണ്ട് ഇന്ന കുറ്റം പറയാൻ നിൽക്കരുത്. ഓക്കെ, ഇപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ എണീറ്റ് അത് സൂര്യനെ കുതിക്കുന്ന ടൈമുണ്ടല്ലോ, 6 മണി 7 മണി അവിടെയൊക്കെയുള്ള ആ ഒരു ലോ സോളാർ ആംഗിളിൽ നിൽക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ ആ സൺലൈറ്റ് അതിൻ്റെ ഭയങ്കര രീതിയിൽ പവർ കുറവായിക്കാരം. നമുക്ക് ഡയറക്റ്റ് സൂര്യൻ നമുക്ക് നോക്കിയാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സൺലൈറ്റ് പറയുന്നത് നമ്മളെ ഒന്ന് സർക്കേഡിയൻ റിതം, നമ്മൾ ഇൻറ്റേർണൽ ക്ലോക്കിൻ്റെ ടൈം സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 2 നമ്മളെ സ്ലീപ്പ്, രാത്രി ഉറങ്ങാൻ പോകുന്ന സ്ലീപ്പിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ടൈമിങ് കറക്റ്റ് ആകുമ്പോൾ മെലറ്റോണിൻ പ്രൊഡക്ഷനൊക്കെ. 3 നമ്മളെ മൂഡിനെ അത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോർട്ടിസോൾ പ്രൊഡക്ഷൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ അലേർട്ട് ആവാനൊക്കെ. അങ്ങനെ കുറേ ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ട്. നമ്മളൊരു 10-11 മണിക്ക് ആ ഒരു അറൗണ്ട് ടൈമിൽ വെയിലാണ്, ചൂടുക്ക് എത്തിയിട്ടുണ്ടാവില്ല, എന്നാൽ ലൈറ്റ് വെയിലാവില്ല എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷർട്ട്ലെസ് ഒക്കെ കണ്ടാണ് കൊള്ളണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ടാന് നല്ല എന്താ പറയുക എല്ലായിടത്തും ഏകദേശം ഒരേ കളറാവാം. 2 വൈറ്റമിൻ ഡിൻ്റെ പ്രൊഡക്ഷൻ അത് ഹെൽപ്പ് ചെയ്യുന്നു, വിച്ച് ഇൻ ടേൺസ് ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മണിക്ക് പോയിക്കാണ്ട് എന്ത് ചെയ്യരുത്,
ഫ്രൈ ആവാൻ നിൽക്കരുത്. ഓക്കെ, ഇനി ആറാമത്തെ സംഭവമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റോസ്റ്ററോൺ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലർ ആയിട്ടുള്ള മൂവ്മെൻറ്റ് ആഡ് ചെയ്യുക എന്നുള്ളത്. അത് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് അല്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങളൊരു വർക്കൗട്ട് പ്ലാൻ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ മനുഷ്യന്മാർ പറഞ്ഞാൽ മൂവ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത സാധനങ്ങളാണ്. ഓക്കെ, അല്ലാതെ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ 24 മണിക്കൂറും 7 ദിവസം 24/7 ഇരുന്നാണ്ട് അതിനെ ലൈഫ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ജനിച്ച ആൾക്കാരല്ല. നമ്മളെ ശരീരമാണെങ്കിലും നമ്മളെ മനസ്സാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ആണെന്നുണ്ടെങ്കിലും രണ്ടും ഹണ്ടിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ റെഗുലർ മൂവ്മെൻറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആ റെഗുലർ മൂവ്മെൻറ്റിൽ തന്നെ ഞാൻ നിങ്ങളൊരു വർക്കൗട്ട് പ്ലാൻ ഡിസൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പറയൊരു ആഴ്ചയിൽ 3-4 ദിവസം സ്ട്രെങ്ത് ട്രെയിനിങ് വേണം. അതിന് ഏറ്റവും ബെസ്റ്റ് ജിമ്മിൽ പോകുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ വീട്ടിലൊക്കെ നോൺ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ജിമ്മിൽ പോകണമെങ്കിൽ അതിന് ഏറ്റവും ഈസി ലിഫ്റ്റ് ചെയ്യുക, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് അവിടെ പോയി ട്രെഡ്മില്ലും ഓടുക എന്നല്ല. ഓക്കെ, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻറ്റ്. അതൊന്ന് ആഴ്ചയിൽ ഒരു 3-4 ദിവസം ഞാൻ അത് പറയും. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ആഴ്ചയിൽ ഒരു 1-2 ദിവസം ജോഗിങ് പോലെയുള്ള ലൈറ്റ് കാർഡിയോസ് ആഡ് ചെയ്യാം. ഡെയിലി നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. നടക്കൽ ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നടക്കണ്ടല്ലോ, ഡെയിലി ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നടക്കുന്നതിന് ഒരു ചിലവില്ലല്ലോ, അത് ചെയ്യാം. പിന്നെ പറയുന്ന സംഭവങ്ങളാണ് ആഴ്ചയിൽ 1-2 ദിവസം ഒരു ദിവസം ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് പോലത്തെ എക്സ്പ്ലോസീവ് വർക്കൗട്ടുകൾ ആഡ് ചെയ്യാം. HIIT വർക്കൗട്ടുകൾ, ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ട്, സ്പ്രിൻറ്റിങ്, സ്വിമ്മിങ് പോലെയുള്ള നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ എനർജി കുറച്ച് നേരം കൊണ്ട് ഉപയോഗിക്കേണ്ട രീതിയിലുള്ള എക്സ്പ്ലോസീവ് വർക്കൗട്ടുകൾ ഉണ്ടാവും, അങ്ങനത്തെ ആഡ് ചെയ്യാം. ഇങ്ങനത്തെ സാധനങ്ങൾ സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ്, സ്പ്രിൻറ്റിങ്, സ്വിമ്മിങ് പോലുള്ള സാധനങ്ങളൊക്കെ ടെസ്റ്റോസ്റ്ററോൺ മാനുഫാക്ചർ ചെയ്യാനുള്ള ഫ്യൂവൽസ് ആണ് ആക്ച്വലി. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ റെഗുലറായിട്ട് മൂവ്മെൻറ്റ് കീപ്പ് ചെയ്യുക. അടുത്തതാണ് 7ാമത്തത്, ബി കോമ്പറ്റേറ്റീവ്. ശരിയാണ്, കേട്ടത് ശരിയാണ്. കംപ്ലീറ്റ്ലി സൈക്കോളജിക്കലാണിത്. ഒരുപാട് ആൾക്കാരുണ്ടാവും, പ്രത്യേകിച്ച് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ലൈഫിനെ എങ്ങനെയാണോ പോണത് അതിൻ്റെ കൂടെ പോകാമെന്നുള്ള രീതിക്ക് എത്തിയിട്ടുണ്ടാവും. പോലെയൊക്കെ പോലെ ആ ഒരു ഫയറേ പോയിട്ടുണ്ടാവുള്ളൂ. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, മെയിൽ അഡ്വാൻറ്റേജ് എന്ന് പറയാണ്ട്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ആ ഒരു ഫയർ കീപ്പ് ചെയ്യുക. നമ്മളെന്താണോ ചെയ്യുന്നത്, നമ്മൾ വേറെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുക, ഓല താഴ്ത്തി കെട്ടുക, അല്ലെങ്കിൽ ഓല അടിക്ക് വലിച്ചിടാനുള്ള ടാക്ടിക്സുകൾ നോക്കുക. ഇങ്ങനെയല്ല കോമ്പറ്റീഷനോട് ഉദ്ദേശിച്ച്, അങ്ങനെയല്ല ആൾക്കാരെ തോൽപ്പിക്കാം. നമ്മൾ ചെയ്യുന്ന വർക്ക് ബെസ്റ്റ് എഫേർട്ട് ഇട്ടുകൊണ്ട് ചെയ്യാം, എന്നിട്ട് മുമ്പ് എത്തുക. നമ്മളാരാണോ അതിൽ മുറുകെ പിടിച്ചാണ് മുമ്പ് എത്താറില്ല, നമ്മളെ സ്ട്രെങ്ത്തും നമ്മളെ സംഭവങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്താണ്ട് അങ്ങനെ മുമ്പ് എത്തുക, അങ്ങനെ കോമ്പറ്റീഷൻ വിജയിക്കുക. ഈ കോമ്പീറ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ഇൻക്രീസ് ആവുന്നുണ്ട്, അതറിയോ. നമ്മൾ വിൻ ചെയ്യുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ഇൻക്രീസ് ആവുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ കോമ്പറ്റീഷൻ ടെസ്റ്റോസ്റ്ററോണുമായി അസോസിയേറ്റ് ചെയ്തൊരു ക്യാരക്ടറിസ്റ്റിക്കാണ്. ശരിക്ക് ആനിമൽസിൻ്റെ ഒക്കെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്ക് പറഞ്ഞപ്പോൾ എന്താ ആയില്ലേ, ആനിമൽസിൻ്റെ കേസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആനിമൽസിൽ ഒരുപാട് ജീവികളിൽ അതിലൊരു അധികം മെയിൽസിനും മെയ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടൂല. ആ ഒരു മെയിൽസിൻ്റെ ഇടയിൽ ഫൈറ്റ് ചെയ്താണ്ട് ജയിക്കുന്ന ആണുങ്ങൾക്ക് മാത്രമേ പെണ്ണുങ്ങളെ കിട്ടുള്ളൂ മെയ്റ്റ് ചെയ്യാൻ, അങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോമ്പറ്റീഷനിൽ ജയിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷൻ്റെ സമയത്ത് തന്നെ ടെസ്റ്റോസ്റ്ററോൺ ആ ആണുങ്ങളുടെ ഉള്ളിൽ, ആ ജീവികളുടെ ഉള്ളിലൊക്കെ ഇൻക്രീസ് ആവും. ഓക്കെ, ആൻഡ്രൂ ബർമൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇൻക്രീസ് ആവും, എന്നിട്ട് അതിൽ ഏറ്റവും ടെസ്റ്റോസ്റ്ററോൺ കൂടുതലുള്ള ആൾ, ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയ ആൾക്കാരും എന്ത് ചെയ്യുക, ജയിക്കുന്നുണ്ടാവും. ആ ഫൈറ്റിൽ ഓൽക്ക് കയറി മെയ്റ്റ് ചെയ്യാൻ അവസരം കിട്ടാം. അപ്പോൾ മനുഷ്യന്മാരുടെ കേസിലാണെന്നുണ്ടെങ്കിലും നമ്മൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഈവൻ സൈക്കോളജിക്കലി ആണെങ്കിൽ പോലും ടെസ്റ്റോസ്റ്ററോൺ ഇൻക്രീസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ കൂടിക്കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവ് ബിഹേവിയറും കൂടും. എനിക്കൊക്കെ നല്ല പറയാം, ഞാൻ എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവാണ്. ഞാൻ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല, ഞാൻ എവിടെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ എവിടെ പോകണമെന്നുണ്ടെങ്കിലും അവിടുത്തെ ഏറ്റവും ടോപ്പ് ജി ആരാണ് ഓലപ്പാണ് എൻ്റെ മൈൻഡ് കോമ്പീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നാച്ചുറലി അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ എന്താ പറയുക, ഉള്ളിൽ ഇതൊക്കെ ഉണ്ടാവും, ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ വരും. ഞാൻ മര്യാദ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ, റിസൾട്ട് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഞാൻ കുറച്ചൊരു ഓവർ എസ്റ്റിമേഷനൊക്കെ വെക്കുന്ന ടൈപ്പ് ഒരാളാണ്. അതെനിക്ക് വർക്ക് ചെയ്യേണ്ട സംഭവമാണ്. പക്ഷേ ഐ എം എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ്. ആൻഡ് കോമ്പറ്റീറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്ററോണുമായി ഭയങ്കര രീതിയിൽ അസോസിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ്. ഇപ്പോൾ എനിക്കറിയാം എൻ്റെ ലൈഫിൽ ഞാൻ CA ഒക്കെ ക്വിറ്റ് ചെയ്താണ്ട് യൂട്യൂബ് ചാനൽ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യണതും, കണ്ടൻറ്റ് ബിൽഡ് ചെയ്യണതും, പിന്നെ ഔട്ട്ലൈറ്റ്സ് ക്ലബ്ബറിൻ്റെ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യണതും, അവിടെ എനിക്ക് അൺകംഫർട്ടബിൾ ആണെങ്കിൽ പോലും ഞാൻ ഓരോ ഇവൻറ്റുകൾ നടത്തുന്നതും, ഓഫ്ലൈൻ ഇവൻറ്റുകൾ നടത്തുന്നതൊക്കെ എനിക്ക് അത് എന്താ പറയുക ഭയങ്കര സുഖമായുണ്ടെന്നല്ല, എന്നാലും അതിൽ നിന്ന് കംഫർട്ട് സോണിൽ പുറത്തേക്ക് ഇറങ്ങി നടത്തുകയാണ്. അതേപോലെ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും നല്ലത് ചെയ്യാറുണ്ടാണ് ചെയ്തു. പോഡ്കാസ്റ്റ് ചെയ്തപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തു. അൺകംഫർട്ടബിൾ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ആ ഒരു കോമ്പറ്റീവ് മൈൻഡ് സെറ്റ് വെക്കുമ്പോൾ എനിക്കറിയാം അതിൻ്റെ ഒരു വ്യത്യാസം. ഇനി 8ാമത്തെ പോയിൻ്റാണ്, അല്ലെങ്കിൽ 8ാമത്തെ സംഭവം ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ടെസ്റ്റോസ്റ്ററോൺ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെഡ്യൂസ് എൻഡോക്രിൻ ഡിസ്റപ്റ്റേഴ്സ് ആസ് മച്ച് ആസ് പോസിബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, ടെസ്റ്റോസ്റ്ററോൺ കുറക്കുന്ന സാധനങ്ങളിൽ എൻഡോക്രിൻ ഡിസ്റപ്റ്റേഴ്സ് എന്താണെന്നുള്ളതും എൻഡോക്രിൻ സിസ്റ്റം എന്താണെന്നുള്ളതും ഈ പ്ലാസ്റ്റിക് ബോട്ടിലും അതേപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിന്നൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ, സ്കിൻ കെയർ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുമ്പോൾ, പെർഫ്യൂംസ്, പ്രത്യേകിച്ച് നമ്മൾ ഈ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഒക്കെ അടുത്തൊക്കെ അടിക്കുമ്പോഴൊക്കെ, ഞാനിങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് എൻ്റെ സ്റ്റഡീസ് കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ എന്താ പറയുക നോക്കിയപ്പോൾ കണ്ട സംഭവങ്ങളാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ആ കെമിക്കൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എൻഡോക്രിൻ ഡിസ്റപ്റ്റേഴ്സ് ആയിക്കാണ്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് കെമിക്കൽസൊക്കെ നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ കുറക്കാനുള്ള ഒരു കാരണമാണ് അത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന സംഭവം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ എൻഡോക്രിൻ ഡിസ്റപ്റ്റേഴ്സ് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന സംഭവം ഞങ്ങൾക്ക് പറഞ്ഞുതരാം.
ഒന്ന്, ഞാൻ കോട്ടൻ്റെ അണ്ടർവേഴ്സേ ധരിക്കുള്ളൂ. ഓക്കെ, ഞാൻ പണ്ടുണ്ടായിരുന്നു എന്ത് കാൽവിൻ ക്ലൈനും ജോക്കിൻ്റെ ഒക്കെ പോളിസ്റ്റർ, നമ്മളെ ക്ലാസ്സിലൊക്കെ +2 ചെക്കന്മാരൊക്കെ ഭയങ്കര സംഭവമൊക്കെ ഇടലുണ്ടായിരുന്നു. പോളിസ്റ്ററിൻ്റെ അണ്ടർവെയർ കാണാൻ നല്ല രസമാണല്ലോ. ഈ ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ ഒക്കെ മെയിനായിട്ട് കിട്ടുകയാണ് മോഡൽസിൻ്റെ ഒക്കെ. അപ്പോൾ അത് ഭയങ്കര ഷൈനിങ്ങും നല്ല ഷേപ്പൊക്കെ ആയതുകൊണ്ട് നല്ല രസം, നല്ല രീതിയിൽ ഇടും, കൂൾ എന്നുള്ള രീതിയിൽ. പക്ഷേ അത് പോളിസ്റ്ററാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ആ നായിൻ്റെ ഡോഗ്സിനെ വെച്ചാണുള്ള സ്റ്റഡി നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കോട്ടൻ്റെ അണ്ടർവെയർസ് ഇടുള്ളൂ, പോളിസ്റ്റർ ഇടില്ല. അതുപോലെ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഒരു സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ ഉണ്ടാവും ഞാൻ എങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും. ഇപ്പം എൻ്റെ അടുത്തുള്ളത് ഗ്ലാസിൻ്റെ ആണ്. അതേപോലെ എൻ്റെ അടുത്തൊരു സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലുണ്ട്. അതാണ് ഞാൻ ജിമ്മിൽ കാണുന്നുണ്ടെങ്കിലും ട്രാവൽ പോകുകയാണെങ്കിലൊക്കെ മാക്സിമം ഞാനത് എടുക്കലുണ്ട്. അതെന്തിനാ വെച്ചാൽ പുറത്തുനിന്ന് മാക്സിമം വെള്ളം കുടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പാക്കേജ്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വാട്ടർ ബോട്ടിൽസ് പുറത്തുനിന്ന് വാങ്ങുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. മാക്സിമം അവോയ്ഡ് ചെയ്യലുണ്ട്, പക്ഷേ അത്യാവശ്യം വരുമ്പോൾ വാങ്ങും. പിന്നെ ഞാൻ ചെയ്യുന്ന സംഭവമാണ്, ഞാൻ പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡുകളുണ്ടല്ലോ, ഹോട്ടലിൽ നിന്ന് കഴിക്കണമല്ല, അതല്ലാതെ നമ്മൾ ഈസി കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പാക്കേജ്ഡ് സാധനങ്ങളുണ്ടല്ലോ, ഈ ഷെൽഫിൽ വെക്കുന്ന ഫുഡുകൾ എന്തായാലും അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും, എന്നാലും അത് അങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഫുഡുകൾ ഞാൻ തീരെ കഴിക്കലില്ല. ഹോട്ടലിൽ നിന്നുള്ള ഫുഡുകൾ തന്നെ എന്താ പറയുക ഇടയ്ക്ക് കഴിക്കലുള്ളൂ. പിന്നെ അതേപോലെ തന്നെ പാക്കേജ് സാധനം തൊടലില്ല, പ്രോസസ്സ് സാധനങ്ങളും കുറവാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന സംഭവമാണ്, ഞാൻ സ്കിൻ കെയർ ചെയ്യലില്ല, സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യലില്ല. ഇപ്പോൾ ഡോക്ടർ ആക്നേൻ്റെ ഇത് പറഞ്ഞപ്പോൾ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ തന്നിന്, അന്ന് യൂസ് ചെയ്തിരുന്നു എന്നല്ലാതെ ഇപ്പോൾ ഒരു സ്കിൻ കെയറും ചെയ്യണില്ല. അതുപോലെ തന്നെ ഷാമ്പൂ, കണ്ടീഷണർ ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ ഇടലില്ല. പക്ഷേ ഞാൻ മുടി വെട്ടാൻ പോകുമ്പോൾ അവിടെ എന്താ പറയുക ബ്യൂട്ടി പാർലറിൽ നിന്ന് ഓലെന്ത് ചെയ്യും, കട്ട് ചെയ്യുമ്പോൾ ഒന്ന് വാഷ് ചെയ്ത് തരും, അപ്പോൾ യൂസ് ചെയ്യണമെന്നല്ലാതെ ഞാനായിട്ട് യൂസ് ചെയ്യലില്ല. അതുപോലെ തന്നെ ഞാൻ പെർഫ്യൂം റയർലി യൂസ് ചെയ്യലുള്ളൂ, യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ സ്കിന്നിമൊക്കെ മാക്സിമം ആവാതെ നോക്കലുണ്ട് ഇപ്പോൾ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ മാക്സിമം അല്ല, ഞാൻ അങ്ങനെ തന്നെ കഴിക്കലുള്ളൂ, സ്റ്റീൽ പ്ലേറ്റിലാണ് ഞാൻ കഴിക്കൽ. പണ്ടെല്ലാവരും ഇവിടെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റിലാണ് കഴിച്ചിരുന്നത്, അന്ന് അന്തല്ലേനും. ഇപ്പോൾ ഞാൻ സ്റ്റീൽ പ്ലേറ്റിലേ കഴിക്കലുള്ളൂ, ഞാനും എൻ്റെ ബ്രദർക്ക് അങ്ങനെ തന്നെ കഴിക്കലുള്ളൂ. അതേപോലെ എഗ്ഗ് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനും 5 എഗ്ഗ് കഴിക്കലുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പച്ചട്ടി ഉണ്ടല്ലോ, കാസ്റ്റ് അയൺ, അതിലാണ് ചെയ്യൽ, നോൺ സ്റ്റിക്കിൽ ചെയ്യലില്ല. അതുപോലെ ഇതിൻ്റെ ഔട്ടർ ക്ലോത്തിങ് ആണെന്നുണ്ടെങ്കിലും കൂടുതലും നാച്ചുറൽ ഫാബ്രിക്കിലാണ് ഇടൽ, അതായത് കോട്ടൺ, ലിനൻ, പിന്നെ വൂളില്ല, അതുപോലെ ജീൻസ്, ഇങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലുണ്ടാവുക. പോളിസ്റ്റർ വളരെ റെയർ ആയിട്ട് ഇടൽ. ഇതിപ്പോൾ ആക്ച്വലി ഈ പോളോ വീഡിയോക്ക് വേണ്ടിയിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്, പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കോട്ടൺ ആയിക്കാരം. ഇത് പോളിസ്റ്ററിൻ്റെയും കോട്ടൻ്റെയും മിക്സാണ്. ഇങ്ങനത്തെ സംഭവങ്ങൾ, അതുപോലെ എൻ്റയർലി പോളിസ്റ്റർ ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ വളരെ റെയറായിട്ട് ഇടലുള്ളൂ. ഇടലില്ല ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ഒഴിവാക്കി കൂടുതൽ കോട്ടൺ ലിനൻ ആ ഭാഗത്ത് കൊണ്ടുവരണം. അപ്പോൾ അങ്ങോട്ട് പുതിയത് ഞാൻ പോളിസ്റ്റർ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കലില്ല. കുറച്ച് മുമ്പ് ഞാനിത് വല്ലാതെ നോക്കിയിട്ടില്ലേനു, അന്ന് ഞാൻ എടുത്തുവെച്ച് കുറേ സംഭവങ്ങൾ ട്രാക്ക് പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ജിമ്മിക്ക് പോകുമ്പോഴോ അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഇടലുള്ളൂ. പക്ഷേ മാക്സിമം എന്ത് ചെയ്യും, കോട്ടൺ ജീന്, ലിനന് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം കോട്ടണിൽ ഫോക്കസ് ചെയ്യാം. പക്ഷേ അണ്ടർവെയറിൽ വരുമ്പോൾ ഞാൻ എന്തായാലും സാക്രിഫൈസ് ചെയ്യണില്ല, ഞാൻ എൻ്റെ പോളിസ്റ്ററൊക്കെ ഒഴിവാക്കി കോട്ടനെ പെടലുള്ളൂ. അതുപോലെ പിന്നുള്ള ഒരു സാധനമാണ് റെസിപ്റ്റുകൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ വാഷ് ചെയ്യലുണ്ട്. അതുപോലെ തന്നെ ഞാൻ വലതേ കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യില്ല, ഇടതേ കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യുള്ളൂ എപ്പോഴും. ഇന്നും കൂടി ഞാനിപ്പോൾ സാധനം വാങ്ങി വരുമ്പോൾ ഞാൻ ഇടതേ കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ അതൊക്കെയാണ് ടെസ്റ്റോസ്റ്ററോൺ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 കാര്യങ്ങൾ ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഇതൊക്കെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഇതിലിപ്പോൾ ഭയങ്കര പണിയുള്ള സാധനങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഒരു 90% എന്തെന്ന് വെച്ചാൽ ആക്ച്വലി ടെസ്റ്റോസ്റ്ററോൺ കുറയുന്ന സംഭവങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളെ ലൈഫ് സ്റ്റൈല് ടെസ്റ്റോസ്റ്ററോൺ കുറക്കുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈലാണ് നോർമൽ ആവറേജ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. അതിൽ നിന്ന് ഇങ്ങോട്ട് സാധാ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരിക, ലീവ് ലൈക്ക് എ ഹ്യൂമൻ, ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, ആ രീതിക്ക് ആക്കുക. അത്രയുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാലും ഇതാണ് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നമ്മൾ ഒരു ഏരിയ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ എഴുതാണ് നമ്മളെ ലൈഫ് സ്റ്റൈൽ. ഈ ലൈഫ് സ്റ്റൈൽ ഒരു ഒപ്റ്റിമം രീതിക്ക്, ഒരു ഒപ്റ്റിമൽ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഫിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഏരിയാസും, ഹെൽത്ത് ആയിക്കോട്ടെ, മെൻ്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ആയിക്കോട്ടെ, ഇതേപോലെ ടെസ്റ്റോസ്റ്ററോൺ, ഹോർമോൺ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താവും, അവിടെ ഇമ്പ്രൂവ് ആവും. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു കുട്ടീൻ്റെ കേസ് ഉണ്ടല്ലോ, ഞാൻ ആ ജിമ്മിൽ നിന്ന് പെൺകുട്ടിയാണെന്ന് മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പല ആൾക്കാർക്കും അറിയുണ്ടാവും, ഇതങ്ങനെ വലിയൊരു സംഭവമൊക്കെയാണെന്ന് ആൾക്കാർ പറയുന്നുണ്ടല്ലോ, പക്ഷേ എൻ്റെ കണ്ണിലേ പെട്ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ അതേപോലെ റെഗുലറായിട്ട് ഇപ്പോൾ ആ മോഡൽസിൻ്റെ കേസൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആണുങ്ങളുടെ എന്താ പറയുക, ആ ഒരു പഴയ ഒരു മാസ്കുലിൻ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്, കൂടുതൽ ഫെമിനിൻ ആയിട്ടുള്ള ആണുങ്ങൾ കൂടി വരികയാണ്, സ്വഭാവം ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും കൂടുതൽ ഫെമിനിൻ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നി. എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞതിൻ്റെ പകരം കംപ്ലീറ്റ് ഒരു ടെസ്റ്റോസ്റ്ററോൺ എന്താണെന്നുള്ളതും ഈ സംഭവങ്ങളൊക്കെ ശരിക്കും എന്താണ് ഒരാണ് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കുറേ സയൻസിക്കൊന്നും പോയിട്ടില്ല. ഈവൻ ആ സയൻസിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യുക, പക്ഷേ എന്തുകൊണ്ട് കുറക്കുന്നു, എന്താണ് സംഭവം, എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി എനിക്ക് തോന്നി.
അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും ആ ഒരു 932.6 നെനോഗ്രാം പെർ ഡെസിലിറ്റർ ആ ഒരു റിപ്പോർട്ടിൽ റിസൾട്ട് വന്നത് ഒരിക്കലും ജെനറ്റിക് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ലെക്കായി കണ്ട് ഞാൻ കാണുന്നില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങളാണ്. ഒരു വിധം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല, ഒരു വിധം പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞ 2-3 വർഷമായതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനുള്ളൊരു റിസൾട്ടാണ് ഇവിടെ കണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു നമ്പറിന് വേണ്ടിയിട്ടോ ടെസ്റ്റോസ്റ്ററോൺ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന സംഭവങ്ങളല്ലത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവങ്ങൾ നമ്മളിങ്ങനെ ഓരോരുത്തർ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ഇൻസ്പയർ ആയി ഇങ്ങനെ ആക്കി കൊടുക്കുന്നതാണ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് ഈ ഒരു സംഭവം സംഭവിച്ചു. ഞാൻ ആകെ ഇത്ര സംഭവം ചെയ്തിട്ടുള്ളൂ. ഐ ജസ്റ്റ് ലിവ്ഡ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്, ഹൗ എ ഹ്യൂമൻ സപ്പോസ് ടു ലിവ്. ഇപ്പോഴും കറക്റ്റ് പെർഫെക്റ്റ് ഒന്നല്ല, പക്ഷേ എന്നാലും ഒരുവിധം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ റെഡിയാക്കി കൊണ്ടുവരുന്നു, ഇനിയും റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ക്വിക്ക് അപ്ഡേറ്റ് ഉണ്ട്. നമ്മൾ ഔട്ട്ലേഴ്സ് ക്ലബ്ബിൽ ഇതിന് മുമ്പ് ഒരു റിട്രീറ്റ് നടത്തിയിരുന്നു പാലക്കാടിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊപ്പം ആഡ് ചെയ്യാം. അപ്പോൾ അതേപോലെ ഒരു റിട്രീറ്റ് കൂടി വെക്കുന്നുണ്ട്, മിക്കവാറും അടുത്ത മാസം തന്നെ ആയിരിക്കും, നമ്മളെ ബ്രദേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ ഔട്ട്ലേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രദേഴ്സിന് വേണ്ടിയിട്ട്, ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബ്രദർഹുഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവിടെ ഞാനുണ്ടാവും, അതേപോലെ ഇതേ മൈൻഡ് സെറ്റ് ഉള്ള നിങ്ങൾ, അതേപോലെ തന്നെ ഗ്രോ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് ആണുങ്ങൾ ഉണ്ടാവും അതിൽ. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 399 ഉള്ളൂ പെർ മന്ത് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഞാനിതിലേക്ക് പോൺ എഡിഷനെ കുറിച്ചുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ആഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് ഇതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് കോഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഹൈ ടിക്കറ്റ് ആക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈഫ് ലോങ് തുടരാം. സോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. See you in the next video.